എനിക്ക് തരുന്ന വലിയ 2 ആഴ്ചത്തേക്ക് എന്ന് പറഞ്ഞ് മേടിച്ച ഭീമമായ പൈസ എന്തിനാന്ന് കൂടി ഞാൻ പറഞ്ഞുതരാം. റോബിൻ ഉപയോഗിക്കുന്ന കാർ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? ഏതാ ഒരു ബ്ലാക്ക് ഓഡി അല്ലേ? പിന്നെ കല്യാണത്തിന് ഭാര്യയുടെ ഫാമിലി ഗിഫ്റ്റായിട്ട് കൊടുത്തത്. ആ കാർ എവിടെ ഉണ്ടെന്ന് ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്ന ഏതിലാണ്? ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു താർ റോക്സ് വാടകയ്ക്ക് എടുത്ത കാറാണ്. ഡെയിലി 4000 രൂപ വാടകയ്ക്ക് കൊടുത്തിട്ട് അവൻ പോയിക്കൊണ്ടിരിക്കുക. ഇലക്ഷൻ സമയത്ത് ഒരു BMW നിങ്ങൾ കണ്ടിട്ടോ? 5 സീരീസ്. അവൻ്റെ BMW എവിടെയാണ് കിടക്കുന്നത്? ട്രിവാൻഡ്രത്ത് കിടക്കുന്നുണ്ട് അവൻ്റെ BMW എവിടെ? അപ്പോൾ ലാവിഷായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ. ഓൾട്ടോ കാർ പോകണം. എന്തിനാ താർ റോക്സ് എടുത്ത് പോകുന്നത്? 4000 രൂപ. അതവൻ്റെ പേഴ്സണൽ കാര്യം തന്നെ. ഒരു ഹൈലി എന്താ പറയുക, ലാവിഷ് ലൈഫ് റോബിൻ മെയിൻറ്റെയിൻ ചെയ്ത് വരുന്നുണ്ട്, അതാ പറയുന്നത്. അപ്പോൾ ഇവൻ്റെ ഒരു കേസ് എന്ന് പറയുന്നത് ഡിസംബർ ഈ മിഡോടുകൂടി ഞാൻ പറയുന്ന ഒരു പ്രശ്നമില്ല. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ വ്യക്തിപരമായിട്ട് ഞാൻ ഇറിറ്റേറ്റഡ് ആയി തുടങ്ങി. ആ 2 ആഴ്ചത്തേക്ക് മേടിച്ച ഫണ്ട് ഡിലേ വന്നതുകൊണ്ട് ഞാൻ ഹൈലി ഇറിറ്റേറ്റഡ് ആയി തുടങ്ങി. അതിൻ്റെ ഒരു ചെറുങ്ങനെ തോന്നി. അതന്നെ ആ സാധനം എൻ്റെ വലിയൊരു ഫണ്ടൊക്കെ വലിയ ട്രാൻസാക്ഷൻ മേടിക്കുന്ന ഓടി അതിൻ്റെ ഇടയിൽ പണയം വെച്ചിരുന്നു. ഞാൻ ഡേറ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആ പണയം വെച്ച കാറ് ഇവനൊരു സമൂഹ കല്യാണത്തിന് പോയിട്ടുണ്ടാവും. ആ സമൂഹ കല്യാണത്തിന് മുമ്പാണ് ആ ഫണ്ടൊക്കെ ട്രാൻസ്ഫർ എടുത്ത് നോക്കിയാൽ മതി. ആ സമൂഹ കല്യാണത്തിൻ്റെ സമയത്ത് ഭാര്യ വീട്ടിൽ വലിയ പ്രശ്നം. അല്ലേട്ടാ ഞാനത് വെച്ചിട്ടുണ്ട്, എനിക്ക് ആ കാറ് റിലീസാക്കണം. ആ ഓടി കാറ് ഇൻക്ലൂഡഡ് ആരതിപ്പൊടിക്ക് അറിയാത്താണ്. ഇത് ആരതിപ്പൊടി നിഷേധിക്കുകയാണെങ്കിൽ ആരതിപ്പൊടിയുടെയും ഓഡിയോ എനിക്ക് പുറത്ത് വിടേണ്ടി വരും. എനിക്ക് ആ കുട്ടിയോട് വ്യക്തിപരമായിട്ട് ഒരു ശത്രുതയില്ല. ഈച്ച് ഫണ്ട് കൊടുക്കുന്നതിന് മുമ്പ് ആരതിപ്പൊടിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, മോളെ ഞാൻ ഇത് കൊടുക്കുന്നുണ്ട്, കാര്യങ്ങളുണ്ട്. കാരണം സാമ്പത്തിക ബാധ്യത റോബിൻ അന്ന് എൻ്റെ ഫസ്റ്റ് കോൾ നിങ്ങൾ ആലോചിച്ചു. ഒരാളോട് സംസാരിക്കാൻ എൻ്റെ ഫസ്റ്റ് കോൾ വേണം ഇവിടെ പ്ലേ ചെയ്യും. റോബിനെ പറഞ്ഞിരുന്നു. റോബിനെ ഫസ്റ്റ് വിളിച്ച ഞാൻ തന്നെയാണ്. സത്യം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു 16-ാം തീയതി ഒരു ഫംഗ്ഷന്, റോയിജിയുടെ ബർത്ത്ഡേക്ക് ഞാൻ എല്ലാ ബിഗ് ബോസ് കണ്ടസ്റ്റൻസിനെ വിളിക്കുന്ന ഭാഗമായിട്ട് റോബിനെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. പരിചയം പുതുക്കി. അദ്ദേഹത്തിന് വരാൻ പറ്റില്ല, കാരണം 16-ാം തീയതി അയാളുടെ കല്യാണമാണ്. ഓക്കെ. പിന്നെ ഞാൻ ഒരു കോൾ പോലും റോബിനെ വിളിച്ചില്ല. റോബിൻ്റെ ഫസ്റ്റ് കോൾ എനിക്ക് വരുന്നത് മാർച്ച്, ഞാൻ UK-യിലുള്ള സമയത്താണ്. ഞാൻ നാട്ടിൽ എത്തിക്കഴിഞ്ഞത്, ഞാൻ നാട്ടിലെത്തിയെന്ന് പറയുന്നു, ഞാൻ തിരിച്ചു വിളിക്കുന്നു. അതില്ലാത്തത് ഫസ്റ്റ് കോൾ റോബിൻ പറയുന്ന കാര്യം, എനിക്ക് 1 കോടി രൂപയുടെ ബാധ്യത. എനിക്ക് ഇൻഡിവിജ്വലി ഞാൻ ഇവിടുന്ന് എല്ലാ കോൾസുകളും ഞാൻ നിങ്ങൾക്ക് തരാം. ആ 1 കോടി ബാധ്യതയിൽ ഇവൻ പറയുന്നത്, ഇവന് കല്യാണം നടത്തി. ആർഭാടപരമായിട്ടുള്ള കല്യാണമായിരുന്നു പുള്ളിക്കാരൻ്റെ. ആ കല്യാണം നടത്തിയാൽ അദ്ദേഹത്തിന് ബാധ്യത വന്നിട്ടുണ്ട്. വെൽമൗണ്ട് എന്ന് പറയുന്ന കമ്പനിയുടെ 75 ലക്ഷത്തിൻ്റെ കോൺട്രാക്റ്റ് അയാൾക്കുണ്ട്. 75 ലക്ഷത്തെ കോൺട്രാക്ട്. ഞാൻ ബ്രാൻഡ് അംബാസിഡറാണ്. പിന്നെ വെൽമൗണ്ടിൻ്റെ പരിപാടിയൊക്കെ നിങ്ങൾ ക്യാപ്ചർ ചെയ്തിട്ടുണ്ടോ? ആ സമയത്ത് തന്നെ ഉണ്ട്. അതല്ലാതെ ഒരു ആയുർവേദ ഹോസ്പിറ്റലുണ്ട്, അവിടുന്ന് ഒരു 75 ലക്ഷം വരാറുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഈ ബിഗ് ബോസ് ആളുകളുടെയോ ഇവരുടെ റവന്യൂ ഒക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടിരിക്കുന്നത്, ഇപ്പോൾ സായി എൻ്റെ സുഹൃത്താണ്, സായിക്ക് ഒരു മാസം 10 ലക്ഷം രൂപ വരുമാനമുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇവരൊക്കെ നല്ല രീതിയിൽ ഷസാമിൻ്റെ ഒക്കെ നല്ല ഇൻകം മേടിക്കുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇവരൊക്കെ നല്ല വെൽ ഓഫ് ആണ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ റോബിനെ ഞാൻ ഫസ്റ്റ് കാണുന്ന പിക്ചർ എന്താ, ബിഗ് ബോസിലൊക്കെ വന്നു, ഹൈലി ലാവിഷായി വരുന്നു. 7 ദിവസത്തെ കല്യാണം, 2 ദിവസത്തെ അവൻ്റെ ഹണിമൂൺ ട്രിപ്പ്, ഓഡി കാറ്, വേറെ BMW കാറ്, ഇതെല്ലാം കാണുമ്പോൾ നമ്മൾ എന്താ നോക്കുന്നത്, വളരെ വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു വ്യക്തി, ഡോക്ടർ. ഈ ഒരു ഇമേജ് എനിക്ക് ഞാൻ ഡോക്ടറിനെ ഇവനെ ആദ്യമായിട്ട് കാണുന്നത് പോലും ഇതിന് ശേഷം. അപ്പോൾ റോബിൻ്റെ ഈ കാര്യങ്ങൾ റോബിൻ പറഞ്ഞു. അവൻ്റെ 1 കോടി രൂപ കടമുണ്ട്, റോയിജിനെ കണക്ട് ചെയ്യാൻ പറ്റും. ഞാൻ നടക്കില്ല, അത് ഈ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് അടുപ്പിക്കുക പോലും ചെയ്യില്ല. ആ റോയിജി കടം കൊടുക്കുകയില്ല, കടം മേടിക്കുകയില്ല. ഓക്കെ. അപ്പോൾ ചേട്ടാ എന്ന് പറഞ്ഞിട്ട് ഇവൻ്റെ കഥ ഇങ്ങോട്ട് പറയാൻ തുടങ്ങി. അപ്പോൾ ഇതിൽ പെങ്ങളുടെ കല്യാണം കഴിഞ്ഞു. പെങ്ങളുടെ കല്യാണത്തിന് ഒരു 45 ലക്ഷം രൂപ ബാധ്യതയായി. വീട് റിനോവേഷൻ നടത്തി, അതിലൊരു 40 പോയി. പിന്നെ പെട്ടെന്ന് എൻ്റെ കല്യാണം കൂടി ആയ സമയത്ത് ഞാൻ കുടുങ്ങി. അങ്ങനെയാണ്. അപ്പോൾ അദ്ദേഹം ഭീമമായ പൈസ ഫിനാൻസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒക്കെ ഇൻട്രസ്റ്റ് അടയ്ക്കുന്ന ഭയങ്കര ബുദ്ധിമുട്ട് എൻ്റെ കാര്യങ്ങൾ. ഇതിൽ ചില സ്ഥലത്ത് എനിക്ക് തോന്നുന്നു പലരുടെ അടുത്തും, ചിലപ്പോൾ ഈ കൂട്ടത്തിൽ ഇരിക്കുന്ന ആളുകളുടെ അടുത്ത് വരെ പണം ചോദിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ നോക്കിയാൽ മതി. ഒരുപാട് പണം ചോദിക്കുന്നത് തെറ്റൊന്നല്ല കേട്ടോ. വൈ ഞാൻ എങ്ങനെ ഈ പൈസ ചോദിച്ചതിന് ശേഷം ഈ പൈസ തിരിച്ച് ഇവര് കൊടുക്കേണ്ട സമയമാകുന്ന നേരത്ത് ഇവൻ ചെയ്യുന്ന ഇതേപോലാണ്. ഒരുപാട് ആൾക്കാർ, ഷാലു പയ്യാടിന്റെ കാര്യമാണെങ്കിലും ഇതിന്റെ ഇടയ്ക്ക് നിന്നിട്ടുള്ള ഒരുപാട് ആൾക്കാരാണെങ്കിൽ ഇവൻ ആൾക്കാരെ സോഷ്യലി ബുദ്ധിമുട്ടിക്കും, അല്ലെങ്കിൽ അന്ന് എനിക്ക് ഒരു ഡോക്ടർ ഒരു പേര്, ഞാൻ ആ ഡോക്ടർ പേരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അറിയോ, ആ ഡോക്ടർ ചാറ്റ് എൻ്റെ കയ്യിലുണ്ട്. ഇവൻ തന്നെ അയച്ച് കിടന്ന് കരയുന്ന ചാറ്റ്. ഒരു വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് പുള്ളിക്കാരൻ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഡോക്ടർ പേര് എനിക്ക് പറയാൻ ഞാൻ നിർവാഹമില്ല. അവരുടെ അടുത്ത് നിന്ന് 8 ലക്ഷം രൂപ വിളിച്ചു. അവർ വിളിച്ച സ്ക്രീൻഷോട്ട് വന്ന്, ചേട്ടാ ഞാൻ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വിറക്കുന്ന റോബിനൊക്കെ ഉണ്ട്. ഇല്ല, ആ ഫണ്ട് കൊടുത്തു. ഹൈലി റോളിംഗ് ആണ് ഇദ്ദേഹത്തിൻ്റെ ഒരു പാർട്ട്. അഖിൽ മാരാർ ഒരു സ്റ്റോറി ഇട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ സായി ഒക്കെ നിങ്ങളുടെ സുഹൃത്തന്നെ, സായിൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി. പലിശയ്ക്ക് മേടിച്ചു തരുന്നു. സായിൻ്റെ അടുത്ത് എത്ര ചോദിച്ചിട്ടുണ്ട്. സായി നല്ലൊരു വീഡിയോ ചെയ്തിട്ട് സായിനെ പറയുന്നുണ്ട്. ഷായിൻ്റെ സുഹൃത്തായിട്ടുള്ള ജംഷി എന്ന് പറയുന്ന ആളുടെ മലപ്പുറത്ത് 6 ലക്ഷം രൂപ മേടിച്ചിട്ടുണ്ട്, ഇതുവരെ കൊടുത്തിട്ടില്ല എന്നുള്ളത് മനസ്സിലായില്ല. അപ്പം ഇദ്ദേഹം ആര് പൈസ കൊടുക്കുന്നു, ഇതൊന്നും ഇദ്ദേഹത്തിന് സുഹൃത്തുക്കളല്ല. ഞാൻ ഒരു ഡേയിൽ വന്ന വ്യക്തിയാണ്. ഫസ്റ്റ് ഡേ എന്ന് പറയുന്നത് പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് പണമാണ് ആവശ്യപ്പെടുന്നത്. പക്ഷെ ഞാൻ അതിലൊന്നും നിന്നിട്ടില്ല. പിന്നെ ആദ്യത്തെ ആ ഒരു കമ്പനി മെയിൻറ്റെയിൻ ചെയ്തു തുടങ്ങി.
ഒരു 50,000 അതിൽ കൊടുക്കുന്നു കറക്റ്റ് സമയത്ത് തിരിച്ചു വരുന്നു, 20 കൊടുക്കുന്നു തിരിച്ചു വരുന്നു, 75 കൊടുക്കുന്നു തിരിച്ചു വരുന്നു, ട്രാൻസാക്ഷൻസ് എല്ലാം കറക്റ്റ്, ഒരു പ്രശ്നമില്ല. ഒരു ട്രസ്റ്റ് ബിൽഡാവണം. പിന്നെ ഞാൻ ഇവരുടെ ബൊട്ടീക്കിൽ പോകുന്നു. അപ്പോൾ ഞാൻ ഇവൻ്റെ ഈ കമ്മിറ്റ്മെൻറ്റ് ഏറ്റെടുക്കുന്നതെന്ന് വെച്ചാൽ ഒരു ദിവസം ബൊട്ടീക്കിൽ വരുന്ന സമയത്ത് അവിടെ റെക്കോർഡ് ഉണ്ടെങ്കിൽ അവിടെ നോക്കിയാൽ മതി. അവൻ്റെ ഉള്ളിലെ റൂമിൽ ഇരുന്നിട്ട് ഇവൻ ഒരു ലൗഡ് ഇട്ടിട്ട് ഒരു പ്ലേ അങ്ങോട്ട് ചെയ്തു. ഞാൻ നിന്ന നിപ്പിൽ ഞാൻ ഞെട്ടിപ്പോവാ. ഒരു വ്യക്തി ഇനി പറയാത്ത തെറിയൊന്നുമില്ല. അവന് മാരകമായിട്ടുള്ള തെറി വിളിക്കണം. ഇവൻ നിന്ന് ഇവൻ ഒരു കെട്ടിപ്പിടിച്ച ഒരു കരച്ചിൽ. കഴിഞ്ഞ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ഉണ്ടായ ഒരു ഇൻസിഡൻ്റ് ആണ്. ഈ കഴിഞ്ഞല്ല 25 ഏപ്രിൽ. അതിൻ്റെയൊക്കെ ഫൂട്ടേജ് അവിടെ ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ആ കരച്ചിൽ കഴിയുമ്പോൾ എനിക്ക് ഇവനോട് ആദ്യം സഹതാപം തോന്നുന്നു. അപ്പം നിങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ടാവും ഷാജിർ, ഇന്ന് രാവിലെ പറഞ്ഞു കണ്ടോ ഷാജിർ, എനിക്ക് ഷാജിറിനെ അറിയില്ല. ഷാജിർ തന്നു. ആ ഷാജിറിൻ്റെ അക്കൗണ്ടിൽ നിന്ന് പോയിട്ടുണ്ടാവും 3 ലക്ഷം രൂപ. ഫസ്റ്റ് ദ ബിഗ് എമൗണ്ട് ഞാൻ കൊടുക്കുന്നത് ആ എമൗണ്ടാണ്. ഞാൻ ആ കണക്ക് എവിടെയും കാണിച്ചിട്ടില്ല. ഇന്നിപ്പോൾ ഏഷ്യാനെറ്റിൽ കൊടുക്കുന്നത് ഷാജിറിൻ്റെ പൈസ ഞാൻ കാണിച്ചിട്ടുണ്ടാവും. കാരണം എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പോയ പൈസയില്ല. എനിക്കത് കാണിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സ്പോട്ടിൽ ഞാൻ 50,000 രൂപ എൻ്റെ പോക്കറ്റിൽ എടുത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നാൽ ഇത് പിടിക്കുകയും ഞാനിത് ഏറ്റ് അവർ കേൾക്കാന്ന് വിചാരിച്ചാൽ 5 ലക്ഷം റുപ്യൻ്റെ കാര്യമാണ്. അപ്പോൾ ഇവൻ പറഞ്ഞു അബ്ലേട്ടാ ഇത് ഇത്ര ദിവസം കൊണ്ട് തരും, ഒരു മാസത്തേക്ക് മതി, അപ്പോൾ 5 ലക്ഷം രൂപ തൽക്കാലം അവനൊന്ന് രക്ഷിക്കാം എന്നുള്ള രീതിയിൽ ആ പൈസ കൊടുക്കുകയും അത് കഴിഞ്ഞിട്ട് കറക്റ്റ് അത് സമയം അത് ഷാജിന് കൊടുക്കും ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊന്നും ഇല്ല പറഞ്ഞില്ല. പിന്നെ അതേമാതിരി തന്നെ അങ്ങനെ ആ ബന്ധം തുടങ്ങണം. അപ്പോൾ വലിയ ഫണ്ടിലേക്ക് പോകുന്നത്, മേജർ ഫണ്ടിലേക്ക് പോകുമ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി, ഈ ഒക്ടോബർ, സെപ്റ്റംബർ, ഓഗസ്റ്റ് സമയത്ത് മുതലാണ് വലിയ ഫണ്ടിലേക്ക് നമ്മൾ പോകുന്നത്. ഓക്കെ, ഇനി കഥ ഇതിൻ്റെ കുറേ ഉണ്ട്, ഞാൻ വലിച്ചു നീട്ടുന്നില്ല. ഡിസംബർ മാസം നമുക്ക് ഹണി ട്രാപ്പ് മുതൽ തുടങ്ങാം. ഹണി ട്രാപ്പ് എവിടെയാണ് വരുന്നത്? ഇദ്ദേഹത്തിന് ഞാൻ പറഞ്ഞു ഡിസംബർ മാസം വരെ ഡിസ്പ്യൂട്ട്, ഒരു 10-ാം തീയതി വരെ ഒന്നും ഡിസ്പ്യൂട്ട് ഇല്ല. പക്ഷെ 10 ആവുമ്പോഴത്തേക്ക് ഡിസ്പ്യൂട്ട് തുടങ്ങുകയാണ്. കാരണം വലിയ ഫണ്ട് പറഞ്ഞ ഡേറ്റുകൾ മാറി ഡിസംബറിലേക്ക് എത്തിക്കഴിഞ്ഞ സമയത്ത് അത് ആയ സമയത്താണ് 29-ാം തീയതി എൻ്റെ വീട്ടിൽ വെച്ച് ഒരു സിറ്റിംഗ് വെക്കുന്നത്. ഇവൻ എന്നോട് പറഞ്ഞു ഹണി ട്രാപ്പ് എന്ന്. ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ് ഓരോരുത്തർക്കും ഞാൻ അയച്ചു. രാവിലെ ഞാൻ വിളിക്കടാ നീ എവിടെ എത്തി? രാവിലെ വാ, എനിക്ക് പരിപാടി ഉണ്ട്. അച്ഛടാ ഉച്ചയ്ക്ക് ശേഷം വന്നാൽ മതിയോ? ഓക്കെ, എന്നാൽ ശരി, ഉച്ചയ്ക്ക് ശേഷം വാ. വൈകുന്നേരം ആവശ്യമാ ഞാൻ രാത്രി വരാം. ഞാൻ ആരോടും പറയുന്നില്ല, ഞാനൊന്ന് വീട്ടിലൊന്ന് അങ്ങനെ ഞാൻ പെട്ടെന്ന് വരാം, നമുക്കൊന്ന് ഇരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ രാത്രി 10:30 മണിക്ക് എൻ്റെ വീട്ടിൽ ഞാൻ ലൊക്കേഷൻ അയച്ചു കൊടുത്തു. നൈസ് ഹൗസ് എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ഇപ്പോൾ നിനക്ക് കാണിച്ചു കൊടുത്തുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവൻ രാത്രി 10:30 വന്നു. 10:30 മണിക്ക് നമ്മൾ ഡിസ്കഷനാണ്, ഇമ്മീഡിയറ്റ്ലി എൻ്റെ ഫണ്ട് ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ ഇവൻ കുറേ ചർച്ച ചെയ്തു. ഇവൻ അപ്പം എന്നോട് പറയുന്നത് ഒരു വലിയൊരു റിയൽ എസ്റ്റേറ്റ് ഡീൽ ഇവന് കിട്ടിയിട്ടുണ്ട്. ഇവൻ്റെ പ്രോഫിറ്റ് 2 കോടി രൂപ ഇവൻ്റെ പ്രോഫിറ്റാണ്. ഇവൻ്റെ അച്ഛൻ്റെ സുഹൃത്തിൻ്റെ ഒരു സ്ഥലം ട്രാൻസാക്ഷൻ നടത്തിയിട്ട്, അപ്പോൾ അതിൻ്റെയൊക്കെ MOU ഇവൻ്റെ പേരിലാണ്. MOUൻ്റെ ഡീഡൊക്കെ എൻ്റെ ഫോണിലാണ്, ഞാൻ നിങ്ങൾക്ക് തരാം. MOU ഡീഡൊക്കെ കാണിച്ച് ചേട്ടാ ജാനുവരി 31 വരെ ചേട്ടാ തന്നേ എനിക്ക് പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഡീഡ് ഉറപ്പിച്ചു. അപ്പം ഞങ്ങൾ സംസാരിച്ചു ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ അവനോട് പറഞ്ഞൊരു കാര്യം ചെയ്തു, നീ രേഖാമൂലം എഴുതി, സത്യം ആ ലെറ്റർ നമ്മൾ വെച്ച് റവന്യൂ സ്റ്റാമ്പിൽ എഴുതി മേടിക്കുക എന്നുള്ളൊരു പ്രോസസ്സാണ്. നമുക്ക് നാളെ അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് വീഡിയോ വേണം, നമുക്ക് ഇരുന്ന് വീഡിയോ ചെയ്യാം കോൺഫിഡൻ്റ് ആയിട്ട്. ഓക്കെ എന്നാൽ ചെയ്ത് വന്നു. ലക്ഷ്മി അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ലക്ഷ്മിയുടെ ഫണ്ടും ഉണ്ട്, ലക്ഷ്മിയുടെ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ വന്നപ്പോൾ ഇവന് ഉറപ്പ് പറഞ്ഞു ലക്ഷ്മിയുടെ തോന്നി അങ്ങനത്തെ പ്രശ്നം. എന്തുകൊണ്ടാണ് ലക്ഷ്മി അവിടെ? ലക്ഷ്മി മാത്രമല്ല, ലക്ഷ്മിയുടെ കൂടെ അന്ന് നിൽക്കുന്ന ധന്യ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇരുന്ന് കാര്യങ്ങൾ സംസാരിച്ച് വഴി ഭക്ഷണം കഴിച്ച് വളരെ ഹാപ്പി ആയിട്ട് പോയി. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ വ്യക്തിനെ ഹണി ട്രാപ്പ്, അന്ന് ഇവന് എലക്ഷൻ സീറ്റ് പോലും ആയിട്ടില്ല. എലക്ഷൻ എന്താ പറഞ്ഞേ, ഇന്നലെ എൻ്റെ എലക്ഷൻ ഭാവി നശിപ്പിക്കാൻ വേണ്ടി അന്ന് ചെയ്യുന്നു. അന്ന് എലക്ഷൻ ഡിക്ലെയർ ചെയ്ത് പോലുമില്ല. എന്നാണ് എലക്ഷൻ ഉണ്ടാവോ ഇല്ലേ, വരുമോ പോവോ, ഒരു സംഭവവും ഇല്ല. ഇവൻ രാജീവ് ചന്ദ്രശേഖരനെ കാണുന്ന പോലും നവംബർ മാസം, ഒരു ഉറപ്പില്ല. അല്ലേട്ടാ ഞാൻ ശ്രമിക്കുന്നുണ്ട്, ചിലപ്പോൾ എവിടെയെങ്കിലും. ആ സമയത്ത് ഇവനെ ഹണി ട്രാപ്പിൽ പെരുത്തിയ ഡോക്ടർ റോബിൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി, അങ്ങനത്തെ അത് ആ അജാനു ബാഹു, ഇത്രയും ലോകപരിചയം, ഗോൾഡൻ വിസയുള്ള ആള്, അവൻ്റെ പകുതി പോലും സൈസില്ലാതെ എന്നെയും ഒരു കുട്ടീനെയും വെച്ചിട്ട് പറഞ്ഞ് ലക്ഷ്മിയും വന്ന് ഇവനെ വിരട്ടിന്ന്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലത്തെ കോൾ വേണമെങ്കിൽ ഞാൻ പ്ലേ ചെയ്യാം. രാവിലെ അബ്ലേട്ടാ മുഞ്ചാരോ എവിടെ കിട്ടും, നിങ്ങൾക്ക് മുഞ്ചാരോയുടെ ഇഞ്ചക്ഷൻ ഒന്ന് എടുത്തുതരാൻ പറ്റുമോ, പൈസ ഒരാഴ്ച കഴിഞ്ഞാൽ കൊടുത്താൽ പോരെ. ഇത് ഞാൻ തലേ ദിവസം വരട്ടിയ രാവിലെ മുഞ്ചാരോ കോൾ, നിങ്ങൾക്ക് വിത്ത് സ്ക്രീൻഷോട്ട് വരാം. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം തന്നെ എൻ്റെ അടുത്ത് അടുത്ത പൈസ ഫൈസലാണോ, ഫൈസലല്ലേ, ഓക്കെ. അതിൻ്റെ അടുത്ത ദിവസം വരെ പൈസ ചോദിക്കുക, എന്ത് ഒരു 90 തരുമോ. ഞാൻ റിപ്ലൈ ചെയ്തില്ല. 3-ാം തീയതി 90,000 രൂപ വീണ്ടും ഞാൻ കൊടുക്കുകയാണ്. കാരണം ഡിസ്പ്യൂട്ടുകൾ മാറിയിട്ടുണ്ട്. കാരണം എനിക്ക് ഉറപ്പ് തന്നു 31 ഇത്. അപ്പോൾ ഒരു അത്യാവശ്യമാണ് എനിക്ക് അവിടെ പോകാൻ, ഇവിടെ പോകണം. അപ്പോൾ അവൻ്റെ വർത്താനം വന്നു. പിന്നെ ആ ബന്ധം ഇത് ജാനുവരിയിലേക്ക് വന്ന് കടന്നുകൊണ്ടിരിക്കുക. ജാനുവരി മിഡ് മുതൽ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുക 5 ലക്ഷം രൂപ. 5 ലക്ഷം രൂപ അപ്പോഴും ഫുള്ള് ഡെയിലി. ഞാനിവിടെ കാണിച്ചുതരാം. ഡ്രേക്ക് ഇപ്പോൾ കോൾ വിളിച്ചു എന്ന് പറഞ്ഞാൽ ഡെയിലി ചേട്ടാ തരുമോ, എന്തിനാണ് ഇത്രയും കത്തി വെച്ച് പേടിച്ചോ, പിന്നെ ഇനി എൻ്റെ പൈസ വെച്ച് കൊടുക്കുക. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഡിസ്പ്യൂട്ട് അവിടെ ഇല്ല. ഡിസംബർ 22-ാം തീയതി ആ 5 ലക്ഷം രൂപ ഞാൻ കൊടുത്തു അവന്.
ആ 5 ലക്ഷം ഞാൻ കൊടുക്കുന്ന ലോൺ എടുത്തിട്ടാണ്. കാരണം എൻ്റെ ലിക്വിഡിറ്റിയിൽ നിന്ന് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് എനിക്ക് നല്ല സിവിൽ സ്കോർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതിൽ തന്നെ ഞാൻ അവൻ എന്ത് ചെയ്തു, എൻ്റെ ആപ്പിൽ നിന്ന് 4 ബട്ടൺ ഞെക്കിയപ്പോഴത്തേക്ക് ഫണ്ട് വന്നു. ആ സ്പോട്ടിൽ ഞാൻ അവന് പൈസ കൊടുക്കുന്നത്. അപ്പോൾ ആ 90,000 കൊടുത്തതിൽ ബാലൻസ് എനിക്ക് അവൻ തന്നിട്ടില്ല. അപ്പോൾ അതിൽ തന്നെ ഞാൻ അവന് കാണിച്ചു. ആ വീഡിയോ ഉണ്ട്, ആ വീഡിയോ നമുക്ക് വേണം പ്ലേ ചെയ്യാം. 5 ലക്ഷം ഞാൻ അബിൽ ബ്രോയ്ക്ക് ഇതൊക്കെ വീഡിയോ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഏതെങ്കിലും ചാനൽ അവനോട് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ നിർബന്ധിച്ച് വീഡിയോ. ഓക്കെ, ഫസ്റ്റ് വീഡിയോ അവൻ തരുന്നത് അല്ല, അതൊക്കെ കുറിക്കില്ല, അതൊക്കെ അവിടേക്ക് എത്തട്ടെ. ഇവൻ പറഞ്ഞു ഓരോന്നും എനിക്ക് ക്രോസ് ചെയ്യണം. റോബിൻ രാധാകൃഷ്ണൻ പറഞ്ഞു ഇവന്റെ ഫസ്റ്റ് വീഡിയോ അവൻ തരുന്നത് എപ്പോഴാണെന്ന് അറിയോ? ഡോക്ടർ വരുന്നത് ഡിസംബർ മാസം 18-ാം തീയതിയാണ് ഇവന്റെ ഫസ്റ്റ് വീഡിയോ. അവൻ ഞാൻ പറയാതെ അവനായിട്ട് ഒന്ന് ഫോൺ നോക്കി ഞാൻ സാധനം അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് വീഡിയോ അവൻ തരുന്നത് എൻ്റെ അടുത്ത് ഡിസംബർ 18-ാം തീയതിയാണ് വരുന്നത്. ഇതാ ഒരു മിനിറ്റ്, ഞാൻ ഒന്നും പറഞ്ഞില്ല. ഇവിടെ ആരാണ് ഇത് അയച്ചിരിക്കുന്നത്? ഒരു അരുൺ ബ്രോ എന്ന് പറയുന്ന ആളുടെ ചാറ്റ്. ഇയാൾക്ക് ഫണ്ട് കൊടുക്കണം, സെറ്റിൽ ചെയ്യണം. ഇയാളുടെ ചാറ്റ് മുഴുവൻ അയച്ചു തന്നിട്ട് ബ്രോ എന്ന് പറഞ്ഞിട്ട് ഇവൻ ആദ്യ വീഡിയോ, ഇത് ഞാൻ പുറത്തു വിട്ടില്ല, നിങ്ങൾക്ക് തരുന്ന വീഡിയോ. എസ്പെഷ്യലി അബിൽ ബ്രോന് വേണ്ടിയാണ് ഞാൻ ഇത് എടുക്കുന്നത്. ഇന്ന് 18/12/2025 വ്യാഴാഴ്ച, സമയം 7 മണിയാവാൻ പോകുന്നു വൈകുന്നേരം. അപ്പോൾ എനിക്കൊരു 4 ലക്ഷം രൂപ എമർജൻസി ഉണ്ട്. ഓക്കെ, അപ്പം ഞാൻ അബിൽ ബ്രോന്റെ കയ്യിൽ നിന്നും 4 ലക്ഷം രൂപ വാങ്ങാൻ പോവുകയാണ് നാളെ. അതായത് 19/12/2025 ഫ്രൈഡേ രാത്രി 10 മണിയാകുമ്പം 4,25,000 രൂപയായിട്ട് ഞാനിത് തിരിച്ച് കൊടുത്തിരിക്കും അറ്റ് എനി കോസ്റ്റ്. ഓക്കെ, അതിനുവേണ്ടി ഞാൻ ഈ ഒരു വീഡിയോ അത്രയും ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ അത്രയും കോൺഫിഡന്റ് ആയിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നാളെ രാത്രി 10 മണിയാകുമ്പോൾ ഈ 4,25,000 രൂപ ഞാൻ പുള്ളിക്കാരെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിരിക്കും. ബ്രോ ഒന്ന് ഹെൽപ്പ് ചെയ്യും, എനിക്ക് അറിഞ്ഞൂടെ. ഞാൻ ഈ ഒന്ന് ചെയ്തു തരാൻ പറ്റുമെങ്കിൽ ചെയ്താ. ഓക്കെ, നാളെ ഒറ്റ ദിവസത്തെ കാര്യങ്ങൾ ഞാൻ അത് ചെയ്തിരിക്കും. 19-ാം തീയതി, അതായത് നാളെ 19/12/2025 ഡിസംബർ, നാളെ വെള്ളിയാഴ്ചയാണ്. നാളെ രാത്രി 10 മണിയാകുമ്പോൾ 4,25,000 രൂപ ഞാൻ തിരിച്ച് പ്രോന്റെ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്തിരിക്കും. ഓക്കെ, പ്രോമിസ്. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ഞാൻ കത്തിവെച്ച് ഞാൻ ഇവനെ ഹണി ട്രാപ്പ് നടത്തിയ വീഡിയോ എന്ന് പറയുന്നതിന്റെ മുമ്പത്തെ വീഡിയോ ആണ്. ഇതാണ് ഇവൻ ഫസ്റ്റ് സർപ്രൈസ് ആയിട്ട് എനിക്ക് തരുന്നത്. അപ്പോഴാണ് ഈ വീഡിയോ കോൺസെപ്റ്റ് എന്ന് പറയുന്ന സാധനം. ബ്രോ ചെക്ക് ബ്രോ, അതിന്റെ മുമ്പത്തെ ഞാൻ അത് ഫണ്ട് തരാൻ പറ്റൂല എന്ന് പറഞ്ഞതാ. ഈ അരുൺ എന്ന് പറയുമ്പോൾ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പൊ ആ ഫോളോ പറ്റി ഇയാൾ കുറെ പൈസ കൊടുത്തിട്ടുണ്ട്. ഈ അരുൺ എന്ന് പറയുന്ന കക്ഷി പലതവണ അവന് പൈസ കൊടുത്തിട്ടുണ്ട്, ഈ അരുൺ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഇപ്പൊ വിളിക്കാം, അപ്പൊ കരച്ചിൽ സ്മൈലാണ്. താങ്ക് യു ബ്രോ, താങ്ക് യു സോ മച്ച്. അപ്പൊ ഇതിൽ പറഞ്ഞാൽ ഈ പൈസ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത് ഡിസംബർ മാസത്തെയാണ്. അപ്പൊ ഇനിയിപ്പോ അതൊക്കെ വിട്ടേക്ക് ഹണി ട്രാപ്പിലേക്ക് എത്താം. ഹണി ട്രാപ്പ് നടക്കുന്ന ദിവസം ഞാൻ പറഞ്ഞ മാതിരി രാത്രി ഞങ്ങൾ വളരെ സമാധാനമായിട്ട് പിരിഞ്ഞു പോയി. നിങ്ങളൊക്കെ വിശ്വസിപ്പിച്ച ഹണി ട്രാപ്പ് ഫസ്റ്റ്. അത് കഴിഞ്ഞ് ജാനുവരി മുതലുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ജാനുവരി 31 എത്തി മറ്റേ ഫണ്ട് തന്നില്ല. കാരണം അപ്പൊ 22-ാം തീയതി എൻ്റെ അടുത്ത് ഫണ്ട് വീണ്ടും 5 ലക്ഷം മേടിച്ചു. ആ 5 ലക്ഷം രൂപ എനിക്ക് 26-ാം തീയതി തരാമെന്ന് പറഞ്ഞാൽ 31-ാം തീയതി മുഴുവൻ ഫണ്ടും സെറ്റിൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഈ 2 ഫണ്ടും കൂടി മെർജ് ആയിട്ട് ലാസ്റ്റ് ഞാൻ പെട്ടു. 30-ാം തീയതി ആകുമ്പോഴത്തേക്ക് ഇവന്റെ അടുത്ത് പറയുമ്പോൾ ഇവന് ഫണ്ട് ഒന്നും തരാനില്ല. ഇവൻ വീട്ടിൽ നിന്ന് ആള് മുങ്ങി. വീട്ടിൽ വന്ന് ഞങ്ങൾ 2 പേര് കൂടി രാത്രി ഇവൻ ഫണ്ട് ഇപ്പൊ ലുലുവിലെത്തും. ഞാൻ ഇതിന്റെ എല്ലാ ചാറ്റും ഞങ്ങൾ കാണിച്ചു തരുമോ? ബ്രോ എനിക്ക് ഭക്ഷണം കഴിക്കാൻ പോലും പൈസ ഇല്ല, എനിക്ക് പേടിയാണ് ബ്രോനെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ ഇങ്ങോട്ട് നേരെ ഇവൻ്റെ വീട്ടിലേക്ക് പോയി. ഇപ്പം ഫോൺ എടുക്കുന്നില്ല. ഞാൻ ലക്ഷ്മി ഒന്ന് നമുക്ക് വീട്ടിൽ പോകാൻ അവൻ്റെ വീട്ടിൽ പോയി. ഇങ്ങോട്ട് വീട്ടിൽ വന്ന് ഞാൻ പറഞ്ഞു, ലക്ഷ്മി കാര്യങ്ങൾ ചെറുങ്ങനൊന്നും മാറുന്ന ടോണുണ്ട്, നമുക്ക് വീടിന് ഉള്ളിൽ കയറി പുറത്ത് നിൽക്കാം. അപ്പോൾ വന്ന് ആരതിപ്പൊടി വന്ന് സംസാരിച്ചു. ആരതിപ്പൊടി വന്ന് ആരതി അവിടെ വീട്ടിൽ വേറെ ആൾക്കാരെ തെരഞ്ഞു വന്ന കഥകളും പ്രശ്നങ്ങളും സകലത്ര പ്രശ്നം. അങ്ങനെ ആ ഒരു കാര്യങ്ങൾ അറിഞ്ഞു. അപ്പോൾ ആള് അന്ന് ആ സമയത്ത് വീട്ടിൽ നിന്ന് മാറി നിന്ന് എന്തൊക്കെ ഒരു ഇഷ്യൂ മൊത്തമായിട്ട് പ്രോബ്ലംസ് ആയി. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾ നോക്കണം, ഇവൻ ലക്ഷ്മി അതിൻ്റെ മുമ്പ് 30-ാം തീയതി രാത്രി ലക്ഷ്മി വിളിച്ചു, ലക്ഷ്മിയുടെ ഫണ്ടിന് വേണ്ടിയിട്ട് വിളിച്ചു. അപ്പം അസഭ്യം എന്ന് പറഞ്ഞാൽ ഞാൻ ആ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ പോലീസിലേക്ക് കൈമാറും. ലക്ഷ്മിയുടെ ഒരു പേഴ്സണൽ ഇതുകൊണ്ടാണ് അത് നമ്മൾ വിടാതിരിക്കുന്നത്. അത് പോലീസിലേക്ക് അവൻ പറഞ്ഞു അതെന്ത് വിടുന്നില്ല. കറക്റ്റായിട്ട് അത് വിടുക. അത് കേൾപ്പിക്കൊണ്ടവരെ കേൾപ്പിച്ചാൽ മതിയല്ലോ, ഒരു മീഡിയയിൽ അത് കൊടുക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ അത് പറയാം അത്ര രൂക്ഷമായിട്ടുള്ള ശരിയാണ്. സ്പോട്ടിൽ എന്ന് വെച്ചാൽ അന്ന് റോയിട്ടം മരിച്ച ദിവസം ഞാൻ അന്ന് തന്നെ ഇവിടെ ബാംഗ്ലൂരിലേക്ക് ഞാൻ ഫ്ലൈറ്റ് ചേർത്ത് പിറ്റേ ദിവസം രാവിലെ ലക്ഷ്മി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്റ്റക്കാണ്. ഒരു അപ്പം തന്നെ നമുക്ക് പോലീസിൽ പോകണം എന്നുള്ളത് ലക്ഷ്മി പറയുകയും കാര്യങ്ങളും ചെയ്യുകയും. ഇവൻ എന്ത് ചെയ്തു? അന്ന് രാത്രി തുമ്പ സ്റ്റേഷനിൽ പോയി. അതാണ് ഇപ്പം പറയുന്നത്. തുമ്പ സ്റ്റേഷനിൽ പോയി ഒരു പരാതി കൊടുത്തു എന്ന് പറയുന്നത്. എന്താ പറയുക, പൈസ ഞാൻ കൊടുക്കാണ്ട്, പക്ഷേ എനിക്കൊരു വധഭീഷണി ഉണ്ട് ഈ വേദലക്ഷ്മി അബിൽദേവ് എന്ന് പറഞ്ഞു. 1-ാം തീയതി എനിക്ക് 31-ന് തന്നെ തുമ്പ സ്റ്റേഷനിൽ കോൾ വന്നു. അപ്പം നമുക്ക് മനസ്സിലായി ഈ രീതിയിൽ ഈ കാര്യങ്ങൾ കിടക്കുമ്പോഴത്തേക്ക് കാര്യം റൂട്ട് മാറുകയാണ്. ഇവൻ റൂട്ട് തിരിച്ചു എന്നുള്ളത് എനിക്ക് മനസ്സിലായി.
അപ്പൊ അങ്ങനെ കഴിഞ്ഞിട്ട് ഓക്കെ, ഇവൻ പറഞ്ഞു അബിൽ ദേവിനെ ഞാൻ കൊടുത്തു, അയാൾ ഇവിടെ വന്നില്ല, അത് വന്നില്ല, ഇത് വന്നില്ല, എന്തൊക്കെ ഡയലോഗ് അടിച്ചു. 1-ാം തീയതി രാവിലെ സൂം ചെയ്യും, 1-ാം തീയതി രാവിലെ 31 പരാതി കൊടുത്തതിന് ശേഷം 1-ാം തീയതി രാവിലത്തെ ചാറ്റ്, ഇങ്ങനത്തെ ചാറ്റ് അവന് കാണിക്കാൻ പറ്റില്ല. നിങ്ങളെ മുമ്പിൽ എങ്ങനെ തിരിക്കും, എന്റെ ഫോൺ നിങ്ങൾക്ക് വിട്ടുവരും എല്ലാവർക്കും. കോൺവെർസേഷൻ നോക്കുക, 1-ാം തീയതി രാവിലെ എന്താ മെസ്സേജ്. ഹണി ട്രാപ്പിൽ വരുത്തിയ വ്യക്തി ഹണി ട്രാപ്പിൽ വരുത്തിയ വ്യക്തി ഈ അവസാനം ഈ 6 ലക്ഷം എന്ന് പറയുന്ന അവസാനം മേടിച്ച 6 ലക്ഷം അത് ആദ്യം ഞാൻ തരാം. ഈ 1-ാം തീയതി എൻ്റെ അടുത്ത് ഒരുപാട് കോൾസ് ഞങ്ങൾ സംസാരിച്ചു. ബാംഗ്ലൂരിൽ നിൽക്കുമ്പോൾ തന്നെയാണ്, ലൊക്കേഷൻ നോക്കിയാൽ മതി. ആ സമയത്ത് പൊടിയുടെ സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു. ഈ പൊടിയുടെ എനിക്ക് സത്യം പറഞ്ഞാൽ പൊടീനെ ഇതിലേക്ക് വലിച്ചടിക്കണം ഒട്ടും താല്പര്യമില്ല. പൊടിയുടെ കോൺവെർസേഷൻ പൊടി പറഞ്ഞു, ചേട്ടൻ്റെ കൂടെ ഞാനുണ്ട്, ചേട്ടൻ പേടിക്കണ്ട, ഗോകുലം ഗോപാലൻ ചേട്ടൻ ഇന്ന് കാണാൻ പോകുന്നുണ്ട്, അദ്ദേഹം ചിലപ്പോൾ നിങ്ങളെ സഹായിക്കുമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ അവരായിട്ട് അവരൊക്കെ മീറ്റിങ്ങിൻ്റെ ഒക്കെ സ്കെഡ്യൂളിംഗ് ഒക്കെ കാണിച്ചു തരികയും അങ്ങനെ പോയി. അപ്പം ഇത് ഫെബിലേക്ക് കടന്നു. അപ്പോൾ ഞാൻ ECL ഒക്കെ നടക്കുകയാണ്, ഞാൻ അതിലേക്ക് നടക്കുക. പക്ഷേ ഇത് ലീഗലി പോകും. അപ്പം ഞാൻ ഇവനെ ഡിസ്പ്യൂട്ട് ആയി കിടക്കുകയാണ്. അപ്പോൾ ഇവൻ ഇങ്ങനെ എനിക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ചേട്ടാ ഒന്ന് മിണ്ടുവോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ മെസ്സേജ് ഇവൻ അയച്ചുകൊണ്ടത്. ഇതൊക്കെ അതിന് ശേഷമുള്ള മെസ്സേജ്. ഞാൻ ഇതിനൊന്നും റിപ്ലൈ ചെയ്യുന്നില്ല. എന്താ ചക്കര ഉമ്മയൊക്കെ ഈ സ്മൈലൊക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്തേക്കണേ. സ്മൈലി വിടണം, മിണ്ടു ജാനു ബാഹു എൻ്റെ അടുത്ത് 16-ാം തീയതിയാണ്. ഞാൻ കുറച്ച് സർക്കാസ്റ്റിക് ആവുക, ഒന്നും വിചാരിക്കണ്ട. കാരണം നമുക്ക് തെറിയൊന്നും വിളിക്കാൻ അറിയില്ല, മിനിമം ഇതെങ്കിലും നമ്മൾ കൊടുക്കണ്ടേ. ഓക്കെ, 16-ാം തീയതി അവന് ഞാൻ റിപ്ലൈ കൊടുക്കുന്നത്. ഈ 16-ാം തീയതി ഇത് കഴിഞ്ഞില്ല, നമ്മൾ തുടങ്ങുന്നുള്ളൂ. 16-ാം തീയതി അവന് ഞാൻ റിപ്ലൈ കൊടുക്കുന്നത്. 16-ാം തീയതി നമ്മളെ ജോബി ചേട്ടൻ നിങ്ങൾ എല്ലാവർക്കും അറിയാം, ഗുഡ്വിൽ എന്റർടൈൻമെന്റിന്റെ ജോബി ചേട്ടനെ വിളിക്കാം. അദ്ദേഹം പിക്ചറിൽ വരിക. ജോബി ചേട്ടൻ പിക്ചറിൽ വന്നിട്ട് ജോബി ചേട്ടൻ എന്താ ചെയ്യുന്നത്, ജോബി ചേട്ടൻ ഇവന് വേണ്ടി വക്കാലത്ത്. അപ്പോഴാണ് ആൾക്കാരുടെ ഭീമമായ പൈസ അയാൾക്ക് അവിടെ പെട്ടി കിടക്കുന്നുണ്ട്. അന്വേഷിച്ച് നോക്കുക, അക്കൗണ്ട് വഴിയാണ്. പക്ഷെ അത് റിയൽ ആയിട്ട് ഫിനാൻസ് ചെയ്ത ഫണ്ട് ഇരിക്കുകയാണ്, മന്ത്ലി ഫിനാൻസ് അടക്കേണ്ട ഫണ്ടാണ്. റോബിൻ രാധാകൃഷ്ണന്റെ ഫിനാൻഷ്യൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എനിക്ക് പ്രൊവൈഡ് പറ്റും, ഫണ്ട് ഫിനാൻസ് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ജോയിച്ചേട്ടൻ പറഞ്ഞപ്പോൾ ജോയിച്ചേട്ടൻ പറഞ്ഞു, കുഞ്ഞേ അവന് സമയം കൊടുക്ക്. മാർച്ച് 8-ന് എനിക്കൊരു ലോൺ ഉണ്ട്, ആ ലോണ് അവൻ തീർത്ത് കഴിയുമ്പോൾ ഞാൻ അവന് പുതുക്കിയിട്ട് 1 കോടി രൂപ കൊടുക്കും. അപ്പം നിനക്ക് ആ ഫണ്ട് കിട്ടുമല്ലോ. 8-ാം തീയതി. ഈ മനുഷ്യൻ ഇത്രയും കള്ളനാണ്. എനിക്ക് ചോറ് നിന്ന വയസ്സ് എനിക്കറിയാം, അയാളെ പൈസ അവിടെ കിട്ടണം ആ മനുഷ്യന് കറക്റ്റ്. അപ്പം ഞാൻ റോബിനോട് പറഞ്ഞു, ജോയിച്ചേട്ടൻ തരും. ഞാൻ പറഞ്ഞു, എടാ ആ പൈസ കൊടുത്താൽ നിനക്ക് തോന്നുന്നുണ്ടോ? ജോയിച്ചേട്ടനൊക്കെ തരും ചേട്ടൻ പൈസ ഇട്ടേ പോരെ, ആ കോൺവെർസേഷൻ ഒക്കെ തരാട്ടോ നിങ്ങൾക്ക്. അങ്ങനെ 8-ാം തീയതി വരെ 8-ാം തീയതി വാഷൻ എന്നെ വിളിച്ചിട്ട് പറയാണ്, ചേട്ടാ ജോയിച്ചേട്ടൻ പറ്റിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ തെറിയ എന്താ എനിക്ക് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു, പറ്റിച്ചു, എനിക്കറിയാം. ഞാൻ അപ്പം തന്നെ ജോയിച്ചേട്ടനെ ഞാൻ വിളിച്ചു, അയാൾ ഫോൺ എടുക്കുന്നില്ല. അപ്പം എനിക്ക് ഏകദേശം ഇവർ രണ്ടാളെ പൊറാട്ട നാടകം സത്യമാണ്, അയാൾ ഞാൻ ചെയ്ത് വിളിക്കണം ഞാൻ വിചാരിച്ച. സ്പോട്ടിൽ തന്നെ ഞാൻ പ്രൂവ് ചെയ്യണം പറഞ്ഞു. പ്രൂവ് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഒരു വീഡിയോ 1 വ്യൂയിൽ ഇട്ട് തന്നു. ഒരു ടേബിൾ, അവരുടെ ബൊട്ടിക് ടേബിൾ, കുറേ ഫണ്ട് ടേബിളിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്നു. അപ്പോൾ അവൻ്റെ വോയിസ് കണ്ടില്ലേ എന്ന് പറഞ്ഞു. പിന്നെ ഒരു പന്നതാണ് ലക്ഷ്മി വിട്ടിരിക്കുന്നത്, ഇലക്ഷൻ സമയത്ത് എവിടെ നീ ഫണ്ട് എന്ന് പറഞ്ഞു. 40 ലക്ഷം രൂപ, 41. ഞാൻ ഇന്ന് രാവിലെ ജോയിച്ചേട്ടൻ എന്നെ വിളിച്ചു, നിങ്ങൾക്ക് കാണിച്ചാൽ ഇന്ന് 41 ലക്ഷം രൂപ ജോയിച്ചേട്ടന് കിട്ടി. അപ്പോൾ ജോയിച്ചേട്ടൻ നിർത്തിറങ്ങി കൂടുതൽ കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഇവൻ്റെ അടുത്ത് ആ ഫണ്ട് കിട്ടിയിട്ട് സമാധാനം എന്ന് പറഞ്ഞിട്ട് ഒഴിയാം. അപ്പം അതായിരുന്നു ജോയിച്ചേട്ടൻ്റെ പ്ലാൻ ഉണ്ടായിരുന്നു. കറക്റ്റ് അയാൾ അത് മേടിച്ചു വന്നു, അയാളുടെ കാര്യങ്ങൾ അത് അവിടെ ഇതായി. അപ്പോഴും പിന്നെ എന്നോട് പറഞ്ഞു, അപ്പോൾ ഇവന് ആ ഒരു ഇമേജ്, പക്ഷേ ജോയിച്ചേട്ടൻ ഞങ്ങളെ കോൺവെർസേഷൻ ഇല്ല. പിന്നെ എന്നോട് പറഞ്ഞു, കണ്ടോ അത് കൊടുത്തില്ലേ. അപ്പം ഞാൻ ടെററായി. പിന്നെയുള്ള സംസാരങ്ങളാണ് നിങ്ങൾ സായി ഇന്നലെ വിട്ട ഓഡിയോയിൽ കാണുന്നത്. 6 ലക്ഷം ഞാൻ നിന്നെ വിശ്വസിക്കണമെങ്കിൽ 6 ലക്ഷം എവിടെ? സായി ഇന്നലത്തെ സായി കറക്റ്റിൽ ആ പിച്ച് ചെയ്ത് വിട്ടിട്ടുണ്ട്. കാരണം ഇതിലെല്ലാം എവിഡൻസ് സായി ഉണ്ട്. കാരണം ഞങ്ങൾ ആ സമയത്ത് ഡെയിലി ഞാനും സായും സംസാരിച്ചുകൊണ്ടിരിക്കില്ല. ആ സമയത്ത് കറക്റ്റായിട്ട് ആ 6 ലക്ഷം തന്നാൽ ഞാൻ, അല്ലെങ്കിൽ ഇലക്ഷന് മുമ്പ് ഈ സാധനം നടക്കുമായിരുന്നു. ഇലക്ഷന് മുമ്പ് ഞാൻ, അപ്പൊ ഇവൻ എങ്ങനെയെങ്കിലും എന്നെ ഡ്രാഗ് ചെയ്യണം. പക്ഷെ അപ്പോഴും ഞാൻ വിചാരിക്കുന്നത് എന്തെങ്കിലുമൊക്കെ നടക്കും. ഇവൻ രാഷ്ട്രീയം ഇത് സ്ഥാനാർത്ഥിയായി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നടക്കും. കാരണം ഇവന് കൺവിൻസിങ് പവർ എന്ന് പറഞ്ഞത് സത്യം പറയാണ്. ഞാൻ അത്യാവശ്യം ഒരു മൈൻഡ് സെറ്റ് ഉള്ള ഒരാളാണ്. എന്നെ പോലും ഇവനെ അടിച്ചിരുത്തി. ആ ട്രിവാൻഡ്രത്തുള്ള ഒരു വ്യക്തി വമ്പൻ ആളാണ്. അയാൾ പറയാം, നിന്നും പറ്റിച്ചില്ലടാ, അവൻ ആരെയും പറ്റിക്കും. അത്ര മൈൻഡ് പവറാണ് അവൻ്റെ ആ ഒരു രീതി ഉണ്ട്. അവൻ്റെ ആ ഒരു സ്കാം രീതി. ഞാൻ സ്കാം തന്നെയാണ് ആ വേർഡിന് പറയാം. ഒരു പ്രത്യേക നമ്മൾ ആ ലൂപ്പിൽ പെട്ടു. അവന് പുറത്ത് ചെയ്യാൻ അവൻ സമ്മതിക്കില്ല. രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം ഞാൻ ഈ 1.5 വർഷത്ത് എനിക്ക് തലയ്ക്ക് പ്രാന്ത്. ഒരു ദിവസം 1.5 മണിക്കൂർ വെച്ച് ഞാൻ അവനോട് സംസാരിക്കും. ഞാൻ വിളിക്കുന്നല്ലേ എത്ര ഇവന്റെ കഥ പറച്ചിൽ, ഇവന്റെ രാഷ്ട്രീയം, ഇവന്റെ കുറെ കാര്യങ്ങൾ, അതിൽ ചെറിയ ചെറിയ സാധനങ്ങൾ മാത്രമേ ഇപ്പോൾ കിട്ടുള്ളൂ. മുഴുവൻ ഹിസ്റ്ററി വിട്ട് കഴിഞ്ഞാൽ ഇപ്പം ഇവന്റെ ഇമേജായി പോയി പോകും. നമ്മളിങ്ങനെ വിചാരിക്കും തലയ്ക്ക് ഇവന് വല്ല ഓളം ഉണ്ടോന്ന്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് ജോബിച്ചേട്ടൻ്റെ പൈസ. അപ്പോൾ വീണ്ടും ഇവൻ 6 ലക്ഷം രൂപ
എനിക്ക് തന്നു. ഞാൻ വീണ്ടും പറയാം, 6 ലക്ഷം രൂപ ആ സമയത്ത് ഇവൻ തന്നു. ജോബിച്ചേട്ടനും പൈസ കൊടുത്തു, എനിക്ക് 6 ലക്ഷം രൂപ. ആ 6 ലക്ഷം തന്ന ഇവന്റെ അക്കൗണ്ടിൽ നിന്നല്ലേ 1 ലക്ഷം രൂപ ഇവന്റെ അക്കൗണ്ടിൽ നിന്നും 5 ലക്ഷം രൂപ തന്ന് ഞാൻ കിട്ടിയ ഫണ്ട് ഞാൻ കിട്ടിയെന്ന് പറയും. ഒരു ഫിഷറീസിലുള്ള വേറെ ആളുടെ അക്കൗണ്ടിൽ നിന്നാണ് തന്ന്. അത് അവൻ കൊടുത്തു എന്നാ പറയുന്നത്. വെറുതെ ചുമ്മാ അവന്റെ അക്കൗണ്ട് നല്ല വേറെ. അപ്പൊ തന്നെ ഇവന്റെ ഇവിടുത്തെ കണക്ഷൻസ് ഒക്കെ തീർന്നിട്ടുണ്ട്. അതും അവൻ പറഞ്ഞിട്ടുണ്ട്, ചേട്ടാ ഇനി എനിക്ക് ആരും പൈസ തരാനില്ല, എന്റെ കണക്ഷൻസ് തീർന്ന്. ഇനി ഞാൻ അവിടെ എത്തിയിട്ട് അവിടുന്ന് കണക്ഷൻ അവിടെ കറക്റ്റ് എത്തി. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തെ ഫിഷറീസ് ഒരാളെ പിടിച്ച് ഇവൻ എന്ത് ചെയ്ത് എൻ്റെ ആ 6 ലക്ഷം തന്നു. ഈ ജോബിച്ചേട്ടന് 40 ലക്ഷം എവിടുന്ന് കിട്ടി എന്നുള്ളത് എനിക്ക് ചെറിയൊരു സോഴ്സ് ഐഡിയ അറിയാം. പക്ഷെ അത് അവൻ പറയട്ടെ, ആ ഫണ്ട് അവൻ എങ്ങനെ അതിന്റെ സോഴ്സ് അവൻ എടുത്തേക്കില്ല. അതൊന്നും ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മീഡിയ പറഞ്ഞിട്ട് അതൊന്നും അവൻ മിണ്ടിയിട്ടില്ല. ഓക്കെ, അങ്ങനെ 6 ലക്ഷം തന്ന് എന്നതാക്കി. 23 അതിന് സീരിയസിലേക്ക് വരും കേട്ടോ, തമാശയെല്ലാം കഴിഞ്ഞ് 23-ാം തീയതിയിലേക്ക് ഇവൻ ഫണ്ട് സെറ്റിൽ ചെയ്യാൻ. അപ്പൊ 6 ലക്ഷം തന്നപ്പോൾ ഞാൻ വീണ്ടും ഒതുങ്ങി, എന്തെങ്കിലുമൊക്കെ നടക്കും. 23 അപ്പൊ ഡെയിലി വിളിക്കും വിവരങ്ങൾ, ചേട്ടാ ഞാൻ അത് ചെയ്തു, ഇന്റെ പ്രവർത്തനം ഞാൻ ബാറ്റ് ചെയ്തു, ക്രിക്കറ്റ് ബാറ്റ് അതൊക്കെ പരിപാടി ഉണ്ടായിരുന്നു, എല്ലാം നടക്കാൻ സമയം. 23-ൽ വീണ്ടും എന്നെ മാറ്റി, ചേട്ടാ വെള്ളിയാഴ്ചത്തേക്ക് ഞാൻ നിങ്ങൾ കോഴിക്കോട് എത്തിച്ചേരാം, ഇത് ഇലക്ഷനിലല്ലേ നമുക്ക് ഈ ഫണ്ടൊന്നും അങ്ങോട്ടും ഇങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റും. 24-25 ഇവന്റെ മെസ്സേജ് അയക്കൽ കുറഞ്ഞു തുടങ്ങി. 26-ാമത്തേക്കുള്ള റിയൽ പൊളിറ്റീഷ്യൻ സ്റ്റൈലിലേക്ക് ഇവൻ അങ്ങോട്ട് അന്യൻ സ്റ്റൈലിലേക്ക് ഇവൻ്റെ ആ അമ്പിയൊക്കെ കയറി അന്യനിലേക്ക് ഇവൻ കയറി കറക്റ്റ് പിച്ച് കയറി. 28-ാം തീയതി ആകുമ്പോഴത്തേക്ക് നിന്റെ അണ്ണാക്കി തീരി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വോയിസ് ഞാൻ കേൾപ്പിച്ചതാണ്. അണ്ണ നീ ഇവിടെ വന്നോ, ഇത് ഞാൻ ഉപയോഗിക്കുന്ന പദപ്രയോഗമല്ല കേട്ടോ, ഇത് അവൻ്റെ വായെന്ന് വന്നു, നീ ഇവിടെ വാടാ, നിന്റെ അണ്ണാക്ക് തീരി തരാം. ഇതാണ് ഇവന്റെ ലാസ്റ്റ് കോൾ. അന്ന് ഞാൻ അവനോടുള്ള കോൺവെർസേഷൻ അവിടെ കട്ട് ചെയ്യാം. അപ്പോഴത്തേക്ക് ഇവൻ അവിടെ എത്തിക്കുന്നത് കുണ്ടറ ഞാൻ കേന്ദ്രത്തിനെ അറിയിച്ചു. ഈ വോയിസ് ഒക്കെ തരാട്ടോ നിങ്ങൾക്ക് 1 വർഷത്തേക്ക് ഉണ്ട് ഇതൊക്കെ. കേന്ദ്രത്തിനെ അറിയിച്ചു, കേന്ദ്രം സംസ്ഥാനത്തിനെ അറിയിച്ചു, സംസ്ഥാന ജില്ലാ കമ്മിറ്റിനെ അറിയിച്ചു. അതുകൊണ്ട് നിങ്ങൾ കുണ്ടറ മണ്ഡലത്തിലേക്ക്, അതായത് ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഇവൻ എനിക്ക് ഫണ്ട് സെറ്റിൽ ചെയ്യാന്ന് അവിടെ വന്നിട്ട് മനസ്സിലാക്കണം. അങ്ങനെ അവിടെ അപ്പൊ എനിക്കിത് പന്തി കിടന്നു. ഞാൻ BJP നേതാക്കളൊക്കെ വിളിച്ചു. അപ്പൊ എന്നോട് ഞാൻ അവിടെ പൊട്ടിക്കാന്ന് വിചാരിച്ചു. അപ്പൊ നബിൽ നീ ഇതിപ്പോ ചെയ്ത് കഴിഞ്ഞാൽ ഇത് രാഷ്ട്രീയ പ്രേരിതമാക്കാണ്, ഇത് ഒരു വർഗീയമാക്കണം, നീ ഇതിലേക്ക് നിൽക്കല്ലേ. അവൻ്റെ ആ ബിഗ് ബോസ് കളി ഇവിടെ കറക്റ്റ് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ അവിടെ മിണ്ടാതിരുന്നു. ഇലക്ഷൻ കഴിയട്ടെ, ഇലക്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് പിടിക്കാമെന്ന് വിചാരിച്ചു. ഇലക്ഷൻ കഴിഞ്ഞ് ഞങ്ങൾ 20-ാം തീയതി നേരെ സുരേഷ് ഏട്ടൻ്റെ അടുത്തേക്ക് പോയി. അപ്പം നോക്കണേ, അപ്പം സ്കാം നടത്തിയോ പിന്നെ എനിക്ക് 6 ലക്ഷം ഒന്നും തരണ്ട, സോറി നമ്മളെ ഭീഷണിപ്പെടുത്തിയോ, എന്നെ ജനുവരി മാസം പൈസ ചോദിക്കാൻ പാടില്ല, ഈ പൈസ ഒന്നും തരാൻ പാടില്ല, എല്ലാം കഴിഞ്ഞാണല്ലോ. ഇത് കഴിഞ്ഞതിന് ശേഷം സുരേഷ് ഏട്ടൻ ഇടപെട്ടിട്ട് കാര്യം സീരിയസ് ആയി. അപ്പൊ സുരേഷ് ഏട്ടൻ പറഞ്ഞ വാക്ക്, ഇത് സുരേഷ് ഏട്ടൻ ഒരിക്കലും ഇത് ചെയ്യത്തില്ല, നിഷേധിക്കില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. സുരേഷ് ഏട്ടൻ്റെ അടുത്ത് വന്ന് പോയിരിക്കുന്ന ഒരു BJPയുടെ ഇവന്റെ കൂടെ പ്രവർത്തിച്ച ആളെയും കൂട്ടിയിട്ടാണ്. ആരവ് നമ്മളെ കുണ്ട്ര ജോണി ചേട്ടൻ്റെ മോനാണ്, അന്ന് ഫുൾ സപ്പോർട്ട് ചെയ്തെന്ന്. ഞങ്ങൾ പോയി അവിടെ ഇരുന്ന് സുരേഷ് ഏട്ടൻ 1.5 മണിക്കൂർ, ഇതിൽ BJP പാർട്ടി ഇല്ല കേട്ടോ, ഈ വ്യക്തിനെ മാത്രമേ ഇവിടെ എക്സ്പോസ് ചെയ്യുന്നുള്ളൂ. BJP പാർട്ടി അവിടെ വളരെ സജീവമായിട്ട് നമ്മളെ വളരെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തിട്ടുള്ളൂ. അവിടെ വന്നതിന് ശേഷം നിങ്ങൾ ഇപ്പോൾ ഒരു റിട്ടേൺ കംപ്ലയിന്റ് തന്ന ഇവനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ ഒരു സമയം അവന് കൊടുക്കാം. ഞാൻ പറയാം, ഈ ഫണ്ട് സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാർട്ടിക്ക് ഇതാക്കാതെ ചെയ്യാൻ പറ്റത്തില്ല. ഇന്ന് രാവിലെ എന്താ പറഞ്ഞതെന്ന് അറിയാം, ഒരു BJP നേതാവും സമ്മതിച്ചില്ല. നിങ്ങൾ ഇന്ന് ചോദിച്ചാൽ സുരേഷ് ഏട്ടനെ നിങ്ങൾ കാണുമ്പോൾ ചോദിച്ചു നോക്കൂ, ഞങ്ങൾ പോയിട്ടുണ്ട്, സുരേഷ് ഏട്ടൻ ഇവനെ വിളിച്ചിട്ടുണ്ട്, രൂക്ഷമായ രീതിയിൽ പറഞ്ഞു. ഇവന്റെ ഫസ്റ്റ് കോള് അത് ഞാൻ നാളെ വിടാം. ഇന്ന് രാവിലത്തെ പ്രശസ്തന അതായിരുന്നല്ലോ, ആരും എന്നെ വിളിച്ചിട്ടില്ല എന്നൊക്കെ. സുരേഷ് ഏട്ടൻ്റെ കോള് വന്നു, സുരേഷ് ഏട്ടൻ വിളിച്ചു. എനിക്ക് അച്ഛനെ പോലെയാണ് സുരേഷ് ഏട്ടൻ, അതുകൊണ്ട് ബ്രോ ഫണ്ട് ഇല്ലാത്തതുകൊണ്ടൊക്കെയാണ്, നമുക്കത് റെഡിയാക്കാം. ശരി, നമുക്കൊന്ന് കാണാൻ പറഞ്ഞു, നേരിട്ട് കണ്ട് നമുക്ക് ഇരിക്കാം, ഫോൺ ടോക്ക് പരിപാടി ഒന്നുമില്ല, മുഖതാവിൽ വന്ന് ഇരിക്കുന്നു പറഞ്ഞു. അപ്പോൾ ഇവനെ ബൊട്ടീക്കിലേക്ക് വിളിച്ചു. അപ്പം ഞാൻ ആ സമയത്ത് അതിൻ്റെ ഇടയിൽ ഇവൻ പറ്റിക്കപ്പെട്ട ആളുകളായിട്ടൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അവിടെ ഇതേമാതിരി ഒരു ഹണി ട്രാപ്പ് കഥ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ബൊട്ടീക്കിലേക്ക് വിളിച്ചു. അപ്പം ഞാൻ അവനോട് പച്ചയ്ക്ക് ഞാൻ പറഞ്ഞു, മോനെ എൻ്റെ ബൊട്ടീക്കിലേക്ക് വരില്ല, നാളെ നീ എന്നെ പീഡന കേസിൽ പ്രതിയാക്കും, അതുകൊണ്ട് നമുക്ക് ബൊട്ടീക്കിൻ്റെ പുറത്തുനിന്ന് ഞാൻ സംസാരിക്കാം. അവൻ ചേട്ടാ എന്താ പറയുന്നത്? ആണ്, എനിക്ക് എന്നെ പേടിയാണ്, ഞാൻ ബൊട്ടിക്കിലേക്ക് കയറില്ല, കയറിക്കഴിഞ്ഞാൽ അവിടെ വേറെ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ എന്നെ നീ വേറെ ഇത് അവൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞ വോയിസ് ഞാനുണ്ട്. എന്നിട്ട് നേരെ നിങ്ങൾ എന്ത് ചെയ്തു, ഹോളിഡേയിൽ പോയിട്ടിരുന്നു. ഞാൻ ലക്ഷ്മിനോട് നീയുമ്പോൾ, കാരണം ഞാൻ പറഞ്ഞു ലക്ഷ്മിൻ്റെ ഫണ്ട് സെറ്റിൽ, ലക്ഷ്മിൻ്റെ കാര്യം സെറ്റിൽ ചെയ്യാം, നമ്മൾ ഡേറ്റ് ക്ലിയർ ആക്കാം, എന്നിട്ട് മാപ്പ് പറയണം ലക്ഷ്മിൻ്റെ അടുത്ത്. ഹോളിഡേ ഇത് കേസാവണം, ഹോളിഡേ ഇതിൽ അവിടെ എന്തായാലും വിഷ്വൽ ഉണ്ടാവും, ക്യാമറേൻ്റെ അടിയിൽ വന്നിട്ടായിരിക്കും. ആ വീട്ടിൽ നീ ഇവിടെ ചെയ്യണേ, ക്യാമറയുടെ അടിയിൽ ഇരുന്ന് ഞങ്ങള് ഇത് സമാധാനമായിട്ടോ, അത് സമാധാന ചർച്ച. അപ്പം ഈ ഒരു വീഡിയോ ചെയ്യുന്ന പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ക്യാഷ് ആയിട്ട് കൊണ്ട് വഴി ഞാൻ ഓൾമോസ്റ്റ് 45 ലക്ഷം ബാലൻസ് അല്ല അതിൽ കൂടി മേടിച്ചിട്ടുണ്ട്. ബാലൻസ് ഞാൻ പറയുമ്പോൾ തന്നെ അവന്റെ വായെന്ന് പറഞ്ഞു അതിൽ കൂടുതൽ ഞാൻ മേടിച്ചിട്ടുണ്ട്. ഇനി ബാലൻസ് കൂടുതൽ എന്ന് പറയുമ്പോൾ ഇന്നൊരു കൊട്ടക്കണക്കായിട്ട് അവൻ വരുന്ന സമയത്ത് ബൈ ഹാൻഡ് കൊടുത്ത ക്യാഷ്, പിന്നെ ആരാ ബൈ ഹാൻഡ് കൊടുത്ത ക്യാഷ് എവിടെടാ?
ബൈ ഹാൻഡ് ക്യാഷ് കൊടുത്ത എവിടെ പെരുമ്പാവൂരും അവിടെ നിന്ന് ഇവിടുന്ന് മേടിച്ചതിന്റെ കണക്കൊന്നും അവനില്ലേ? കണക്കൊക്കെ അവിടെ പ്രൊഡ്യൂസ് ചെയ്ത് തരാം. വെച്ചാ ഒരു സെറ്റിൽമെന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പം ഈ അമൗണ്ടിന്റെ 5 ലക്ഷം രൂപ വന്നിട്ട് മെയ് 5 2024 പുള്ളിക്കത് കൊടുക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞ ശേഷം ബാലൻസ് 40 ലക്ഷം രൂപ മെയ് 20 4 ലക്ഷം രൂപ പുള്ളിക്ക് സെറ്റിൽ ചെയ്ത് മെയ് 40 ലക്ഷം. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇത് കഴിഞ്ഞു. 5 ലക്ഷം അവൻ തന്നു. 5 ലക്ഷം അവൻ തന്നു. ഭയങ്കര വിശ്വാസമായി. സുരേഷ് ചേട്ടൻ ഇടപെട്ടല്ലോ. ഞങ്ങളെ ഫ്രണ്ട്ഷിപ്പ് വീണ്ടും തുടങ്ങി. ഓക്കെ, അപ്പം നിങ്ങൾ നോക്കുകയാണ്, മാർച്ചിൽ പരിപാടി നിന്ന് കച്ചറായി നിന്ന് ഏപ്രിലാണ് നമ്മളിത് തുടങ്ങുന്നത്. വീണ്ടും ഏപ്രിലിൽ ഞങ്ങളെ ബന്ധം വീണ്ടും തുടങ്ങുന്നു. ആദ്യത്തെ പോലെ ഏട്ടനും അനിയനായിട്ട് പിന്നെ അങ്ങോട്ട് പോവാണ് ഏപ്രിൽ മുതൽ. അങ്ങനെ പിന്നെ ഓരോ ഡേറ്റുകൾ മാറാനേ. അപ്പോഴാണ് എൻ്റെ അമ്മയ്ക്ക് സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം. അതിൽ അമ്മയുടെ എല്ലാ കാര്യങ്ങളും കക്ഷി എന്നെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. വിഷമങ്ങൾ ഇപ്പോൾ പിന്നെയും മണിക്കൂറുകൾ കോളുകൾ വീണ്ടും തുറന്നു. അപ്പോൾ എൻ്റെ സത്യം പറയുകയാണെങ്കിൽ ഞാൻ പറയാം, എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഇന്ന് ഊരിയാൽ മതി. അപ്പോൾ ഞാൻ ഇവൻ്റെ വിഷമങ്ങൾ കേൾക്കും. ഡെയിലി 1.5 മണിക്കൂർ കോൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അത് ഞാനിപ്പോൾ കറക്റ്റായിട്ട് എൻ്റെ മാർച്ച് 7 കഴിഞ്ഞ് ഇതാ ഇവിടെ വന്നിട്ട് മാർച്ച് 13 കഴിഞ്ഞിട്ട് 18 കഴിഞ്ഞ് 20 27 ഓക്കെ ഇതാ. ഓക്കെ, ഇത് കഴിഞ്ഞ് നീണ്ടു പോകുന്ന എനിക്കറിയില്ല. ഇതൊക്കെയാണ്. ഇതൊന്നും ഇപ്പം കാണിക്കാൻ വയ്യ. അമ്മയുടെ റിപ്പോർട്ടുകളൊക്കെ എനിക്ക് അയക്കുന്നു. എന്താണ് ഏപ്രിൽ 29 മാർച്ച് 30 കഴിഞ്ഞിട്ട് സൂം ചെയ്തോളൂ. മാർച്ച് 30 കഴിഞ്ഞിട്ട് ഞങ്ങളെ കോൺവെർസേഷൻ പിന്നെ തുടങ്ങുന്നത് ഏപ്രിൽ 29. അത്രയും പിന്നെ ഞങ്ങൾക്ക് ഇടയിലൊന്നും ഉണ്ടായില്ല. പിന്നെ അമ്മയുടെ റിപ്പോർട്ടും കാര്യങ്ങളും അമ്മയുടെ എല്ലാ അപ്ഡേഷനും ഇവനെ എനിക്ക് അറിയിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളെ ഫ്രണ്ട്ഷിപ്പുകൾ. അതിൻ്റെ ഇടയിൽ ഒരു സമയം കാറിൽ പോയി ഞാൻ ഇവനോട് ചോദിച്ചു, ഏതാണ് വണ്ടി? എന്നാൽ ഓഡി. അപ്പോൾ പണയത്തിൽ ഓഡി നീ എടുത്തോ? അപ്പോൾ പറഞ്ഞു, ഓടി അതല്ല ചേട്ടാ, അത് പോർഷയാണെന്ന് പറഞ്ഞിട്ട് പോർഷേൻ്റെ ഒരു കീ ഒക്കെ അയച്ചത്. അപ്പോൾ ഇവൻ്റെ ഒരു പോർഷ ഉണ്ടായിരുന്നു. അത് എവിടുന്നാണ് എനിക്കറിയില്ല. അപ്പം അത് കഴിഞ്ഞിട്ട് അപ്പോൾ വിഷ്ണുനാഥിൻ്റെ കാര്യങ്ങളും. അപ്പോൾ ഇലക്ഷനൊക്കെയാണ്. പിന്നെ കോമഡിയാണ്. കാരണം ഇലക്ഷൻ ഇവന് പൊട്ടുന്നുള്ളവന് കറക്റ്റ് അറിയാം. എത്രയിൽ പൊട്ടുന്ന പറഞ്ഞാൽ ഞങ്ങളുടെ സൗഹൃദ സംഭാഷണങ്ങളാണ് ആ സമയത്തൊക്കെ പോകുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് മെയ് 15 ഇതിലേക്ക് തീർക്കാമെന്ന് പറയുന്നതാണ്. മെയ് 15 വീണ്ടും ഇവൻ ആശയം വരും. ഞാൻ പൈസ പ്രതീക്ഷിച്ചിരിക്കുക. ബ്രോ എവിടെ കറക്റ്റ് തരും. ഈ ചാറ്റ് മുഴുവൻ വിടാട്ടോ. ഇത് നമ്മളെ പീഡനം മുതൽ ഇത് ഇവൻ്റെ ഹണി ട്രാപ്പ് മുതൽ ഈ ജൂൺ 27 വരെയുള്ള ചാറ്റ് ഞാൻ മുഴുവൻ വിട്ടുതരാം. അവന് വിടാൻ കഴിയില്ല. ഓക്കെ, എടുത്തേ. ഇതാണ് സംഭവം. നമസ്കാരം, ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ, സുവിധാവിൽ ബ്രോ. ഇന്ന് മെയ് 18. അപ്പൊ എന്റെ അമ്മയ്ക്ക് കീമോതെറാപ്പി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ ഇമ്മ്യൂണോ തെറാപ്പി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതല്ല മറ്റേ വിട്, ഇത് വിടില്ല. ഇത് രണ്ടാമത്തെയാണ്, മെയിൻ അല്ല, മറ്റേ വിട്. നമസ്കാരം, ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ, സുവിധാവിൽ ബ്രോ ആണ്. ഞാൻ കൊച്ചിനാണ്. അപ്പം നമ്മൾ തമ്മിൽ ഓൾറെഡി ഈ സെറ്റിൽമെന്റിന്റെ കാര്യം സംസാരിച്ചിരുന്നു, എമൗണ്ടും സംസാരിച്ചിരുന്നു. അപ്പം അതെ 20 പറഞ്ഞിരുന്നു. അപ്പൊ 5 lakhs ഓൾറെഡി കൊടുത്തു. ബാലൻസ് 40 ലക്ഷം രൂപയാണ്. അതില് ഈ വരുന്ന മെയ് 28 അന്ന് 5 ലക്ഷം രൂപ, ജൂൺ 5 അന്ന് ബാലൻസ് 5 ലക്ഷം രൂപ, ജൂൺ 10 അന്ന് 5 ലക്ഷം രൂപ. അപ്പൊ ടോട്ടല് 20 ലക്ഷം രൂപ അന്ന് ക്ലിയർ ചെയ്യും. അത് കഴിഞ്ഞ ശേഷം ജൂൺ 15 അന്ന് 25 lakhs കൂടെ ചേർത്തിട്ട് കംപ്ലീറ്റ് എമൗണ്ട് അന്നത്തോട് കൂടി ഫിനിഷ് ചെയ്യാണ്. അപ്പൊ അത് ഫിനിഷ് ചെയ്തതിന് ശേഷം നമ്മൾ ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ ഹാൻഡ് ഓവർ ചെയ്ത് ഹാപ്പിയായിട്ട് പിരിയും. അതിനുവേണ്ടി ഒരു 5 തന്നു, 10 തന്നു, 15 തന്നു, 20 മുഴുവൻ തന്നു. ഫുള്ള് ഫണ്ട് സെറ്റിൽ ചെയ്ത് കഴിഞ്ഞു. ഈ സാധനം ഇത് കഴിഞ്ഞ് അപ്പോൾ ഈ രീതിയിൽ ഇവൻ എമൗണ്ട് സ്പ്ലിറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞ് അടുത്ത വീഡിയോ ഒക്കെ ആ ഫോൺ കഴിഞ്ഞ് സ്പോട്ട് തന്നെ ഒന്ന് ഫോണുണ്ട്, ഒരു സാധനം കൂടി ഞാൻ എടുക്കട്ടെ. അതാണ്. നമസ്കാരം, ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ, സുവിധാവിൽ ബ്രോ. ഇന്ന് മെയ് 18. അപ്പൊ എന്റെ മീഡിയക്ക് കൊടുക്കാത്തതാണ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ ഇമ്മ്യൂണോ തെറാപ്പി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഓൾമോസ്റ്റ് 200 mgക്ക് 5 ലക്ഷം രൂപ ആവുന്നുണ്ട്. അപ്പൊ എന്റെ കയ്യിൽ സത്യം പറഞ്ഞാൽ 2 ലക്ഷം രൂപ ഷോർട്ടേജ് ആണ്. എനിക്ക് 1 രൂപ വേണം. അപ്പം തോന്നിയാണെങ്കിൽ മാത്രം ഇന്ന് ഹെൽപ്പ് ചെയ്യണം. ഞാനത് വന്നിട്ട് വ്യാഴാഴ്ച അന്ന് ഈവനിങ് 4 മണിക്കകത്ത് 1 ലക്ഷം രൂപ ഒരു മാറ്റമില്ലാതെ ഞാനത് തിരിച്ചു കൊടുക്കാം. ഈ ഒരു വീഡിയോ ഞാൻ എടുത്തു വെച്ചിരിക്കുകയാണ്. മനുഷ്യത്വമുണ്ട്, സ്നേഹമുണ്ടെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. വ്യാഴാഴ്ച, അതായത് ഈ വരുന്ന വ്യാഴാഴ്ച, ഇന്ന് മെയ് 18 അത് കഴിഞ്ഞിട്ടുള്ള ഈ വരുന്ന വ്യാഴാഴ്ച അന്ന് 1 ലക്ഷം രൂപ ഞാൻ തിരിച്ച് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. ഹെൽപ്പ് ചെയ്യണം. അവസ്ഥയാണ് ഒരു കാര്യമാണ്. ഞാൻ സത്യം ഇങ്ങനെ ചോദിക്കുന്നതന്നെ എനിക്കൊരു ഭയങ്കര വിഷമം തോന്നുന്നുണ്ട്. പക്ഷേ എന്നാലും അമ്മയുടെ കാര്യം, എൻ്റെ അമ്മയും ക്യാൻസർ വന്നു. ഇത് തമാശയില്ല, എനിക്കതങ്ങ് കൊണ്ടു. സത്യം പറഞ്ഞാൽ ഞാൻ കൊടുത്തില്ല. ഇന്ന് ഒരു റെമിൻജ് എന്ന് പറഞ്ഞിട്ടൊരു പേര് പറയുന്നുണ്ട്. ഓക്കെ, റെമിൻ എന്ന് പറഞ്ഞിട്ട് റെമിനെ കൊണ്ട് എൻ്റെ സിസ്റ്ററെ കൊണ്ട് ഞാൻ കൊടുപ്പിച്ചു. എൻ്റെ സിസ്റ്റർ ആണെന്നൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ കൊടുത്തു. നിനക്കറിയാലോ നമ്മളെ. അവള് കൊടുത്തു. പറഞ്ഞ ഡേറ്റിന് കൊടുത്തില്ല അവൾക്ക്. അവൾ നല്ല തെറി, നിന്റെ ഷോപ്പിൽ കയറി ഞാൻ നിന്നെ അടിക്കുന്നു പറഞ്ഞു. ചേച്ചി ഒന്ന് അങ്ങനെ പറയില്ല, അഭിച്ചേട്ടനും ചീത്ത പറയില്ല എന്നൊക്കെ പറഞ്ഞ വോയിസ് അത് ഞാൻ തരാം. റെമിൻ്റെ ഫുൾ ട്രാൻസാക്ഷൻ ഞാൻ നിങ്ങൾക്ക് തരാം. പക്ഷെ അവൻ പൈസ തിരിച്ചു വന്നു. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും പിന്നെ പൈസയോട് ചോദിക്കല. അമ്മയുടെ പേരാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവിടെ ഞങ്ങൾ ആത്മബന്ധമുണ്ട്. അപ്പോൾ എനിക്കത് ഭയങ്കര ഹോണ്ടിങ് ആണ്. അമ്മ പോവാണ് ചേട്ടാ, ഡെയിലി ഇവൻ ഇങ്ങനെ മെസ്സേജ് ചെയ്ത് പിന്നെ ഞാൻ സഹായിച്ചു. ആ ഒരു വീഡിയോയും കൂടി കാണിച്ചു തരാം.
ഇതും മീഡിയയ്ക്ക് പോയിട്ടില്ല, അത് ലക്ഷ്മി ഇട്ടുന്നു രാവിലെ. നമസ്കാരം, ഞാൻ ഡോക്ടർ റോബിൻ ഡവാഷൻ. സോ ഇന്ന് മെയ് 13 എനിക്ക് ആക്ച്വലി ഒരു 2.5 ലക്ഷം രൂപ ആവശ്യമുണ്ട്. എൻ്റെ അമ്മേരെ ഹോസ്പിറ്റലിൽ ബില്ല് അടയ്ക്കാൻ വേണ്ടി പെൻഡിങ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മേനെ റീഅഡ്മിഷൻ ചെയ്യണം. അപ്പോൾ കുറച്ച് എമർജൻസിയാണ്. അപ്പം അവിൽ ബ്രോ എന്നൊന്ന് ഹെൽപ്പ് ചെയ്യണം. എനിക്കൊരു 2.5 lakhs വേണം. നാളെ അതായത് മെയ് 14 വൈകുന്നേരം 6:30 ഞാൻ തിരിച്ച് റിട്ടേൺ ചെയ്യാം. എന്നൊന്ന് ഹെൽപ്പ് ചെയ്യണം. വല്ലാത്തൊരു സിറ്റുവേഷനിലാണ്. എനിക്കത് ചോദിക്കാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ അടുത്ത് ചോദിക്കാൻ പറ്റും. കുറച്ച് മനുഷ്യത്തോടെ നിങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്ന് ഹെൽപ്പ് ചെയ്യണം. നാളെ ഈവനിങ് ഞാൻ ഈ മനുഷ്യത്വം പറഞ്ഞതിന് ശേഷമാണ് അല്ല അതല്ല, അതിന്റെ അടുത്ത സാധനം ഇവിടെ പോയി. 2.5 ആണ് വേണ്ടത്. ഓക്കെ, ഇത് കഴിഞ്ഞു സപ്പോർട്ട് ചെയ്തു, തിരിച്ചു വന്നു. ഓക്കെ, ബൈ ഹാൻഡിൽ തിരിച്ചു വന്നു. വീണ്ടും റെമിൻ്റെ അടുത്ത് വീണ്ടും ഒരു പൈസ ഒരു 30,000 മേടിച്ചു. അതും റെമിന് തിരിച്ചു കൊടുത്തു. ഇതൊക്കെ ആ വഴിക്ക് ആ സമയത്തേക്ക് പിന്നെ ഇങ്ങനത്തെ കുറേ ഹൈലി ഇതായിട്ടൊക്കെ അയച്ചു തന്നു. അപ്പം പിന്നെ ഇവൻ്റെ ഒരു യൂട്യൂബ് ചാനലുണ്ട്, ഭയങ്കര കച്ചവടം യൂട്യൂബ് ചാനലിൽ ഇവൻ നടത്തിയിട്ടുണ്ട്. ആ യൂട്യൂബ് ചാനലിൻ്റെ കച്ചവടം, ഈ യൂട്യൂബ് ചാനൽ എന്നേ തരാമെന്ന് വിചാരിക്കുക. എനിക്ക് അതിൻ്റെ പാസ്വേഡ് കോഡ് അതിൻ്റെ ട്രാൻസാക്ഷൻ അന്ന് ഉപയോഗിച്ച് ഈ ചാനൽ ഈ സാധനം എൻ്റെ കയ്യിൽ നിന്ന് പോയി ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന നമ്പർ ഇവൻ പോർട്ട് ചെയ്തുകൊണ്ട് കിട്ടത്തില്ല. ഇത് കുറേ പറഞ്ഞു, ഇതിൽ നമുക്ക് കോയമ്പത്തൂർ പോവാം എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങളാണ് പിന്നെ നടക്കുന്നത്. അതാ പിന്നെ റെമിനെ കൊണ്ട് ഫണ്ട് കിട്ടി എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഞാൻ 1 ലക്ഷം കൊടുത്തു. ഇതാ കണ്ടോ, അതൊക്കെ അയച്ചത്. ഇപ്പം ഇവൻ ഈ കൊട്ടക്കണക്ക് ഇങ്ങോട്ട് കാണിക്കുന്ന സമയത്ത് ഇത് റെമിൻ്റെ അക്കൗണ്ടിൽ നിന്ന് പോയ പൈസയാണ്. ഇത് അബിൽദേവിൻ്റെ പൈസയായിട്ട് ഇവിടെ വലിയ ഷോഫ് കാണിക്കേണ്ട, അത് റെമിൻ്റെ വേറെ തന്നെ ഫണ്ടാണ്. ഞാൻ അതുകൊണ്ട് ഈ പൈസയൊന്നും ഞാൻ എൻ്റെ കണക്കിൽ, ഷാജിറിൻ്റെ കണക്ക് റെമിൻ്റെ കണക്കൊന്നും ഞാൻ കണക്കിൽ കൂട്ടിയിട്ടില്ല. അതൊക്കെ വേറെ, അതൊക്കെ കയറി കഴിഞ്ഞാൽ ഇവൻ്റെ കണക്ക് 80 കഴിയും. അപ്പോൾ അതും കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിൽ ഇങ്ങനെ പോയി. ലാസ്റ്റ് ജൂൺ ഇനിയിപ്പോൾ സീരിയസിലേക്ക് വരുന്ന അടുത്തത്. ഓക്കെ, പിന്നെ ഒരു കോമഡിയും കൂടി ഉണ്ട്. ഓക്കെ, ഇതെന്നാ വരുന്നത് മെയ് നമ്മുടെ ഇവിടെ നമ്മളാ പരിപാടിയില്ലേ മിസ് യൂണിവേഴ്സ്, അന്ന് രാത്രി 26-ാം തീയതി ഈ ചങ്ങായി, അതാണ് ലക്ഷ്മി വിട്ടത്. ഈ വീഡിയോ നമ്മൾ കണ്ടില്ലേ, തങ്കപ്പെട്ട മനുഷ്യൻ. എൻ്റെ പൊന്നോ, രാത്രി ഞാൻ ആ പരിപാടി കണ്ടുകൊണ്ടിരിക്കുക മര്യാദയ്ക്ക്. ഇവൻ്റെ കോളും ഹീമാനും, ഞാൻ അണിട്രാപ്പ് പെടുത്തിയ പ്രതിനെയാണ് നിങ്ങൾ കാണണം. ഹീമാനും ബിഗ് ബോസ് ഒക്കെ ആക്കിയിട്ട് ഈ മനുഷ്യൻ, അതോ ഇവനെ എപ്പോഴും അഴിക്കുന്നതാണ് ഈ പട്ടിയൊക്കെ. ഇതാ നോക്ക്, പട്ടി ഉമ്മയൊക്കെ ഇപ്പോൾ വരും. ഇതാ ജയറാം കരയുന്നു. അപ്പൊ ഇതൊക്കെ ഞാൻ മനസ്സിലാക്കും, അയ്യോ റോബിൻ കരയാണല്ലോ, പിന്നെ റോബിൻ നാണിക്കാണല്ലോ, കരച്ചിൽ ഭയങ്കര. പിന്നെ വന്നു പിന്നെ ഇതാ ഞാൻ ഇങ്ങനെ പിണങ്ങി അവന്റെ അപ്പൊ ഞാൻ പിന്നേറെ ഫോട്ടോ അയച്ചു കൊടുത്തു. ഞാൻ അപ്പൊ വിളിക്കണം സുന്ദരാ, ഇതാ അടുത്തത് സുന്ദരാ. ഓ അപ്പൊ ഞാൻ ഓർഫൺ ആണല്ലോ, നമുക്കൊന്നും ആരും ഇല്ലല്ലോ. അപ്പൊ ആ ഡേറ്റ് ഒന്നും ഞാൻ അതിൽ നിന്നില്ല. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും പൈസ ചോദിക്കുന്നത്. ഇവിടെയാണ് കോമഡി നടക്കാൻ പോകുന്നത്. അപ്പൊ നോക്കണേ, ലക്ഷ്മിനെയൊക്കെ ഭയങ്കര വിരോധമുള്ള ആളാണ്. ലക്ഷ്മിന്റെ ഇതൊക്കെ കണ്ടിട്ട് മാസ്, ഓ ബ്രോ ഞാൻ വിളിച്ച അതൊക്കെ ഈ ലക്ഷ്മിന്റെ ഒക്കെ എനിക്ക് ഇങ്ങോട്ട് അയച്ചിരുന്നു. ഒരു ഫോട്ടോഗ്രാഫറിന്റെ ആവശ്യം പറഞ്ഞ് വിളിച്ചപ്പോൾ അതിന്റെ ഒക്കെ പ്രൊഫൈൽ അയച്ചിരുന്നു. പിന്നെ അമ്മയ്ക്ക് നാളെ വീണ്ടും ചോദിക്കുന്നത്, പൈസ ചോദിക്കുന്നത്, 75 തരാൻ പറ്റുമോ, 1 ലക്ഷം തരാൻ പറ്റുമോ എന്നൊക്കെ വീണ്ടും ചോദിക്കുന്നത്. ഇനിയിപ്പോൾ വലിയൊരു സാധനം, ഒരു കോമഡി കാണിച്ചുതരാം. ഓക്കെ, നിങ്ങൾ നോക്കണേ, ഇത് കേട്ടടുത്ത്. ഇന്നത്തേക്ക് ഒന്ന് അറേഞ്ച് ചെയ്യാൻ ശ്രമിച്ചത്. അപ്പം ബ്രോ പറ്റുമെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. എനിക്ക് സിറ്റുവേഷൻ അറിയാം, പിന്നെ എൻ്റെ അവസ്ഥാനോട് ചോദിക്കാൻ അറിയാമല്ലോ. നിങ്ങൾക്കാണ് കുറച്ചെങ്കിലും മനുഷ്യത്വമുള്ളത്. പിന്നെ ഞാൻ ഇന്നത്തേക്ക് ഒന്ന് അറേഞ്ച് ചെയ്യാൻ ശ്രമിച്ചത്. അപ്പോൾ അവർ ഫ്രൈഡേ അമ്മയ്ക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ഫ്രൈഡേ റിട്ടേൺ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ ഓൾറെഡി അറേഞ്ച് ചെയ്ത് വെച്ചിട്ട്, പക്ഷേ അമ്മയ്ക്ക് രാവിലെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ ഇന്നിപ്പോൾ പേയ്മെൻറ്റ് മറ്റു മെഡിസിൻ്റെ ഒക്കെ ചെയ്താൽ മാത്രമേ അവരത് എടുത്തു വെക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഒന്ന് പറ്റുകയാണെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യണമെങ്കിൽ. ചക്കരയല്ലേ മിണ്ടരുത്, കഴിയട്ടെ. അപ്പൊ ഞാൻ ഇവനോട് അയക്കുന്ന സംഭവം എന്താ പറയുക, നോക്കിയാൽ നമ്മളൊക്കെ ഒരു അവസ്ഥ, ഇത്രയും പൈസ അവിടെ പെട്ട് കിടക്കാം. അതന്നെയാ പറഞ്ഞു, ഞാൻ ടൈറ്റിലാണ് റോബിന്. ഞാൻ പറഞ്ഞില്ല ടൈറ്റിലാണ്. എനിക്ക് നാളെ എന്റെ സാലറി ഡേറ്റ് ആണ്. അറിയില്ല, രാവിലെ എന്റെ സാലറി ഡേറ്റ്. എനിക്ക് നാളെ സാലറി റിലീസ് ചെയ്യേണ്ട ഡേറ്റ്, ഇന്ന് റിലീസ് ചെയ്യേണ്ട 3rd. അന്നത്തെ ഞാൻ വേറെ കുറെ ടൈറ്റ് ആയിട്ട് നാളെ പറയാം. മനസ്സിലായില്ലേ? ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇവന്റെ അടുത്ത മെസ്സേജ് കേട്ടെ, ഇത് നിങ്ങൾ കേൾക്കണം. വൃത്തികെട്ടവൻ, പൈസ മുഴുവൻ സെറ്റിൽ ചെയ്ത് വന്നവൻ, ഞാൻ ഹണി ട്രാപ്പ് ചെയ്തു. ഇതാ നോക്കിയാ ഒരു കുട്ടിയുടെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ, ഒരു പെൺകുട്ടിയുടെ കരിയർ നശിക്കുന്ന ഇവനൊക്കെ ഇവന്റെ ഇമേജ് രക്ഷിക്കാൻ, ഈ പബ്ലിക് ഇമേജ്, ഇവനിപ്പം 100 കേസ് വന്നാലും ഇവന്റെ മെയിൻ പ്രശ്നം പട്ടിണി കിടന്നാലും ഇവൻ കിടക്കും, ഇമേജ് പോകരുത്. ഇത്രയും വൃത്തികെട്ട, ഇത്രയും മോശപ്പെട്ട വ്യക്തിയുടെ ഈ സാധനം. പിന്നെ എനിക്ക് ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മൾ തമ്മിൽ എന്തൊക്കെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാലും, എന്തൊക്കെ ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞാലും, സത്യം പറഞ്ഞാൽ പല സമയത്ത് പല ഘട്ടങ്ങളിൽ എനിക്കൊരു ആവശ്യമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ തന്നെ ആലോചിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല ബ്രോ. ഞാൻ മരിക്കുന്നവരെ എൻ്റെ മനസ്സിൽ എന്തായാലും ഉണ്ടാവും. കാരണം നിങ്ങൾക്ക് ആ സമയത്ത് തന്നെ ഹെൽപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെ എന്നാലും നിങ്ങൾ ആ എഫേർട്ട് എടുത്ത് അതിനെ ഹെൽപ്പ് ചെയ്തിട്ടില്ലേ, എന്തെന്ന് പറഞ്ഞാലും എനിക്കത് ഒരിക്കലും മറക്കാൻ പറ്റില്ല ബ്രോ. എന്തായാലും താങ്ക് യു സോ മച്ച്. എന്തായാലും ഞാൻ ആലോചിക്കരുത്. ഈവൻ നമ്മൾ തമ്മിൽ പല പ്രശ്നങ്ങളുണ്ടായിട്ട് പോലും എനിക്കൊരു ആവശ്യം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഹെൽപ്പ് ചെയ്തു ബ്രോ.
അത് ഞാൻ പറഞ്ഞില്ല, അത് ലക്ഷത്തിൽ ഒരാൾക്ക് അങ്ങനെയൊക്കെ മനസ്സ് വരത്തുള്ളൂ, മനസ്സിലായ? എന്തായാലും കുഴപ്പമില്ല ബ്രോ, എനിക്ക് മനസ്സിലാക്കാം. ഈ പ്രാവശ്യം ഫണ്ടില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഓക്കെ, കുഴപ്പമില്ല. താങ്ക് യു ബ്രോ, താങ്ക് യു. ഓക്കെ, ഇതിൻ്റെ അടുത്തൊരു കോമഡി കൂടി കാട്ടെ. ഈ മെസ്സേജ് വന്ന് കുറച്ച് കഴിഞ്ഞിട്ട് അടുത്ത ചോദ്യം എന്താ അറിയോ? ബ്രോ ഒരു 75 പറ്റുമോ? ഏത് എന്നെ അങ്ങോട്ട് പുകഴ്ത്തി ആകാശത്ത് എത്തിയിട്ട്. അപ്പോൾ ഞാനൊന്ന് അലിഞ്ഞിട്ട് അടുത്ത ചോദ്യമാണ് 75 പറ്റുമോ? നോക്കി അതിൻ്റെ തൊട്ട് താഴെ അടിച്ചു നോക്കി നിങ്ങൾ. അതുകൊണ്ട് ഈ ചാറ്റൊന്നും ഈ സീസൺ ചാറ്റൊന്നും പിന്നെ ഒരിക്കലും വേണ്ടി കാണിക്കാനില്ല. നിങ്ങളെ മുന്നിൽ ഇതാ കണ്ടോ 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 അതേ കാണിക്കാൻ പറ്റില്ല, ഇരുത്തിങ്ങ് കാണിക്കാൻ അവന് പറ്റത്തില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഓക്കെ നമ്മൾ ഡേറ്റ് ആയി. പിന്നെ ഞാൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക, ഇതാ ഫൈനൽ ഡേറ്റ് ആണ്, ഇനി ഇതിൽ മാറ്റമൊന്നുമില്ല. ഓക്കെ, ഞാൻ ബിഗ് ബോസ് എന്തായി? അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞു കിട്ടും. അതാണ് ബിഗ് ബോസ് സീസൺ 8 വിന്നർ എന്നൊക്കെ പറഞ്ഞിട്ട് അടുക്കുന്നത്. പിന്നെ ഇവൻ ഒരു പ്രോഗ്രാമിലായി. പിന്നെ പഴയ മാതിരി ഇവൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞതാ 15-ാം തീയതി മറക്കരുത്, ലാസ്റ്റ് ഡേറ്റ് ആണ്. കാരണം നമ്മൾ 15th ആണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഒരു വോയിസും കൂടി. സത്യം പറഞ്ഞാൽ ഈ വോയിസ് പ്ലേ ചെയ്യാൻ പറ്റാത്തൊരു വോയിസാണ്, പക്ഷേ ഞാനത് പ്ലേ ചെയ്യാം. ഇത് ചിലപ്പോൾ അവന് പ്രേക്ഷകർക്ക് ഈ വോയിസ് ഇത് കുറച്ചൊരു ഫീലിംഗ് വോയിസാണ്. പക്ഷേ ഇതിലും നമുക്ക് ഈ വോയിസിലും ഡേറ്റ് കാണിച്ചാൽ വോയിസിൽ അതിൻ്റെ ഇടയിൽ നിങ്ങൾ നോക്കണം. പിന്നെ കസാക്കിസ്ഥാൻ ഉണ്ട്, അതുകൊണ്ട് കമ്പറ്റാണ്. അല്ല എവിടെ പുതിയ അനുഗ്രഹമൊക്കെ ഉണ്ട് കേട്ടോ, അനുഗ്രഹമൊക്കെ തരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് വരികയാണ്. അവിടെ ഇവൻ്റെ അടുത്ത് ഞാൻ ഫണ്ട് ഇപ്പം പറഞ്ഞ ഡേറ്റ് വീണ്ടും എത്തി. ഏത് ജൂൺ 15 എത്തി. ഫണ്ട് എവിടെ? അപ്പം ഞാൻ ഇവിടെ അയക്കാം. റോബിൻ ഒരു കോൾ വിളിക്കാനുള്ള മര്യാദ പോലും ഞാൻ ഇവനെ ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്നത് എന്താ അറിയോ? റോബിൻ എവിടെ പൈസ? എന്താ നീ എന്നെ വിളിക്കാത്തത്? ഇതൊക്കെയാണ് ഇവന്റെ ഈ ഭീഷണി. ഇതൊക്കെയാണ് ഭീഷണി എന്ന് പറയുന്നത്. എന്തെങ്കിലും ഇവനെ ഭീഷണിപ്പെടുത്തുന്ന ഒരു വോയിസ് അവന് ഇടാൻ പറ്റുമോ? റോബിൻ ഒരു കോൾ വിളിക്കാൻ മര്യാദയില്ല. 15 ഫണ്ട് ക്ലിയർ ആക്കണം, അല്ലെങ്കിൽ 100% ഇഷ്യൂ ഉണ്ടാവും. എക്സ്ട്രീം ടൈം കഴിഞ്ഞു, പഴയ പോലെ ഇഷ്യൂസ് ഇനി നീ ഉണ്ടാക്കരുത്. നീ പറഞ്ഞ ലാസ്റ്റ് ഡേറ്റ് ആണ് വെയിറ്റ്. അപ്പൊ ഇവൻ അയച്ചു തരുന്ന ഒരു സാധനമാണ് ഇത്. കേട്ടെ, ഇത് നല്ല രസമാണ്. എനിക്ക് തോന്നുന്നു ആഫ്റ്റർ വെനസ്ഡേ ഐ വിൽ ട്രാവൽ കേട്ടോ. So let me meet you first. Anyway, ഒരു ലേഡീൻ്റെ 3 വോയിസ് അയച്ചു തന്നിട്ട് ഇവൻ എന്നെ വിളിച്ചിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് ഒരു മീറ്റിംഗ് ഉണ്ട് ഓബൈ താമരയിൽ. ആ മീറ്റിംഗ് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഫണ്ട് തരും. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ സമ്മതിച്ചില്ല. ഞാൻ പറഞ്ഞു ഞാൻ ഇളകും, ഞാൻ എപ്പോൾ കൊച്ചിക്ക് വരും, എനിക്ക് ഇന്നിപ്പോൾ കാണണം. അപ്പം ബ്രോ ഞാൻ പറഞ്ഞു എനിക്ക് അറ്റ്ലീസ്റ്റ് എനിക്ക് എന്തെങ്കിലും ഒരു ഫണ്ട് താ. അങ്ങനെ ആ പറഞ്ഞ ഡേറ്റിലേക്ക് എനിക്കൊരു 2 ലക്ഷം രൂപ അവൻ അറേഞ്ച് ചെയ്ത് തരാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ആ വെള്ളിയാഴ്ച ഒരു സമയം 20-ാം തീയതി. ആ സമയത്ത് ഇവൻ അയക്കുകയാണ്. എനിക്ക് ആ 2 ലക്ഷത്തിന് ചോദിച്ചിട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്യുമ്പോൾ വൈകുന്നേരം അയക്കാം. മീറ്റിംഗ് കഴിഞ്ഞു, മീറ്റിംഗ് എല്ലാം സക്സസ്ഫുൾ ആയിരുന്നു. ഞാൻ ഇവരുടെ കൂടെ ഇപ്പൊ ഡൽഹിയിൽ പോവുകയാണ്. ഡൽഹിയിൽ നിന്ന് തജിക്കിസ്ഥാനിലേക്ക് പോവുകയാണ്. അപ്പൊ തജിക്കിസ്ഥാനിൽ പോയിട്ട് അവിടുന്ന് എഗ്രിമെന്റ് കാര്യങ്ങളെല്ലാം സൈൻ ചെയ്ത് ഈ വീക്കിൽ എന്ന് വെച്ചാൽ വെനസ്ഡേ ഓർ തേഴ്സ്ഡേ ഫണ്ട് എനിക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പം ബ്രോവിന് അത് കംപ്ലീറ്റ് എമൗണ്ട് ഞാൻ ട്രാൻസ്ഫർ ചെയ്തേക്കാം, അക്കൗണ്ട് വഴിയാണ്. ഓക്കെ, അപ്പൊ ഫൈനലി എന്റെ ഫിനാൻഷ്യൽ പ്രശ്നങ്ങളെല്ലാം തീരെയാണ് ബ്രോ, ഓൾമോസ്റ്റ് എല്ലാം. ഓക്കെ, സോ ഞാൻ തജിക്കിസ്ഥാനിലേക്ക് പോവാം. ഇന്നിപ്പോ ഇവിടുന്ന് ഡൽഹിയിലേക്ക് പോയാൽ, ഡൽഹിയിൽ നിന്ന് തജിക്കിസ്ഥാനിലേക്ക് പോകാൻ അവിടെ എഗ്രിമെന്റ് കാര്യങ്ങളെല്ലാം അവിടെയാണെന്ന് പറഞ്ഞു. അപ്പൊ അതെല്ലാം സൈൻ ചെയ്ത് കഴിഞ്ഞാൽ മോസ്റ്റ്ലി വെനസ്ഡേ ഓർ തേഴ്സ്ഡേ കംപ്ലീറ്റ് എമൗണ്ട് കിട്ടും. അപ്പം ബ്രോന് എമൗണ്ട് അല്ല ഇത്രയും വരെ വെയിറ്റ് ചെയ്തില്ലേ, ഇനി കുറച്ച് ദിവസം കൂടെ, 4 ദിവസം കൂടെ ഉള്ളു, തീർന്നു, കംപ്ലീറ്റ് ആയിട്ട് തീർന്നു. ഓക്കെ, അപ്പം പോയിട്ട് ഒരു ഓൾ ദി ബെസ്റ്റ് കൂടെ പറയും ബ്രോ, കംപ്ലീറ്റ് തീരെയാണ്. കൂടെയാണ്. അപ്പൊ ഇന്നിപ്പം ഇവര് പറഞ്ഞു ഡൽഹിയിലേക്ക് വരണം, ഡൽഹിയിൽ നിന്ന് തജിസ്ഥാനിലേക്ക് പോകാൻ, തജിസ്ഥാനിൽ പോയിട്ട് അതിന്റെ ഫ്ലൈറ്റ് ടിക്കറ്റ് ആണ് ഇതിന്റെ താഴെ അയച്ചത്. അപ്പൊ ഞാൻ പറയുന്ന ചോദ്യം കേട്ടോ, ഇന്ന് പറഞ്ഞ 2 ലക്ഷം എവിടെ? നിങ്ങൾ നോക്കി ഇതിന്റെ അടിയിലേക്ക് ചോദിച്ചു. അപ്പൊ പിന്നെ പറയാണ് ബ്രോ വിളിക്കാമേ, അവര് കൂടെയാ. ഫൈനലി അവന്റെ ഡാൻസ് ഒക്കെ കണ്ട് ഇതൊക്കെ ഇവൻ അയച്ചു സ്റ്റിക്കർ തന്നെ. അപ്പൊ ചക്കര ഉമ്മ ഫൈനലി ഡിഡിറ്റ് കുറെ കഷ്ടപ്പെട്ടു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ പിന്നെയും വിളിക്കുമ്പോൾ അവൻ അവിടുത്തെ ലൊക്കേഷൻ എനിക്ക് അയച്ചത്, അവിടുത്തെ ലൊക്കേഷൻ പോയല്ല. അത് കഴിഞ്ഞിട്ട് അവന്റെ മാസ് സെൻട്രോ അവിടെ നിന്ന് ഇതൊക്കെ അയച്ചു തരാം എനിക്ക്. ഞാൻ ഇവനോട് പറഞ്ഞു 1-ാം തീയതി വരുന്ന, അത് അവിടെ എഴുതിയിട്ടുണ്ട്. 1-ാം തീയതി ബ്രോ ഞാൻ ജൂൺ 1 വരും, വന്നിട്ട് സെറ്റിൽ ചെയ്യാം, പൈസ ആയിട്ടാണ് അവിടെ നിന്ന് വരുന്നത്. അപ്പോൾ ഉണ്ട് ഇവിടെ ഞാൻ സായിൻ്റെ അടുത്ത് എല്ലാം ഷെയർ ചെയ്യും. സായിൻ്റെ അടുത്ത് അപ്പോൾ സായിക്ക് ഇത് അതാണ് സായി ഇത്രയായിട്ട് കോൺഫിഡൻസിൽ ഇത് പറയുന്നത്. അപ്പം ഈ ഡേറ്റ് ആയി. ഞാൻ 1-ാം തീയതി സായിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ സായി കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു വീഡിയോ ലിങ്ക് അയച്ചെന്ന്. ഇവനുണ്ട് ബാലം കാണാൻ ഇവിടെ ഏത് അവിടെ പുറത്ത് ഈ തജിസ്ഥാനുള്ളവരുണ്ട്. ഇപ്പം ബാലം കാണാം. ഈ ഓൺലൈൻ മീഡിയയിൽ നിങ്ങളെന്തെങ്കിലും ബാല ആരെ അത് അടിച്ചത് അറിയില്ല. അത് സായി അറിയോ ഇവിടെ എത്തി ബ്രോ, നിങ്ങളെ ഇത് പൊടറാണ്. അപ്പം ഞാനിത് കാണുന്നില്ല. അപ്പം ഞാൻ ആ സമയത്ത് ഇവനെ വിളിച്ച് അപ്പോൾ എനിക്ക് പറയാം ഉച്ചയ്ക്ക് 12 അറിയാം ബ്രോ ഞാൻ ഇന്നലെ രാത്രി എത്തി, ഇതാ കൊച്ചി ഞാൻ എത്തി. ഏത് 1-ാം തീയതി വരും എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ ഇവിടെ എത്തിയിട്ടില്ല, കക്ഷി ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിളിക്കാന്ന് പറയാം. പിന്നെ ഇതാ
ഈ ഒരു കോൾ നിങ്ങൾ ശ്രദ്ധിച്ചു. ഈ കോള് നോർമലി അവൻ നോർമൽ കോളാണ്, പക്ഷെ ഇവൻ ഈ കോള് വാട്സപ്പ് കോളാണ് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതാ എക്സ്ട്രീം ലെവൽ കഴിഞ്ഞു, ഇനി ഉണ്ടാവില്ല മോനെ, 100% സീരിയസ്ലി. എനിക്ക് ഇത്രയേ പറയാൻ പറ്റില്ല. എക്സ്ട്രീം ലെവൽ കഴിഞ്ഞ് എക്സ്ട്രീം തന്നെയാണ് ഞാൻ ഇത്രയും കാലം എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കോള് ഇതിപ്പോൾ ഞാൻ മീഡിയയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ഇന്നിപ്പം സാധനം വന്നിട്ടുണ്ടാവും. ഏഷ്യാനെറ്റിനാണ് ആദ്യം തന്നെ അത് കൊടുത്തത്. ഈ കോളിൽ ഇവൻ പറയുന്ന ഒരു സാധനമുണ്ട്. ആദ്യം സ്ക്രീൻ റെക്കോർഡ് ഇട്ടു ഞാൻ. എനിക്ക് എന്തോ ഒരു പന്തിയാണ്. ഞാൻ ഇവനെ എല്ലാം ഡിജിറ്റൽ എവിഡൻസ് ആക്കി ഞാൻ വെക്കാണ്. കാരണം നമുക്കൊരു തെളിവാണല്ലോ. ഇവൻ എന്താണ് ഇവൻ പറഞ്ഞത്, ഇവൻ തന്നെ മറന്നു പോരുതല്ലോ. സത്യം പറഞ്ഞ ഇവർ പ്രൂഫ് കാണിക്കാനാണ്. ഈ കോളിൽ ഇവൻ്റെ ഭീഷണി എന്ന് പറഞ്ഞാൽ ബ്രോ ഫണ്ടായിട്ടില്ല. അപ്പം ഞാൻ ഇമോഷണലി സംസാരം തുടങ്ങി. റോബിനെ നടക്കൂല തുടങ്ങി. നിങ്ങൾക്ക് മതിയായില്ലല്ലേ? അപ്പം ഇവൻ പറയാം, പ്രവീണിനെ ഞാൻ തീർത്തു, അടുത്ത ഞാൻ നിന്നെയും തീർക്കും. മനസ്സിലാക്കണേ, പ്രവീണിനെ ഞാൻ തീർത്തു. ഇനി ഇത് വി ഡി സതീശൻ ഏറ്റെടുക്കും. രമേശ് തന്നെയല്ല, ഞാൻ എൻ്റെ അച്ഛനെ വിളിക്കട്ടെ. ഇനി ഞാൻ കാണിച്ചു തരാം നിന്റെ ഹണി ട്രാപ്പ്. ഞാൻ ആ റോഡിൽ ഞാൻ ഫോൺ കൊണ്ട് കാണിച്ചു. പിന്നെ ഞാൻ ശരിയാക്കി തരടാ. എനിക്ക് മോൾ ആകാശം പോയി ഈ വർത്താനത്തിൽ ഈ കോൾ ഹൗസ് ഞാൻ എന്റെ ഇൻഫ്ലുവൻസ് എന്താന്ന് ഞാൻ കാണിച്ചത്. അതവൻ കേട്ടാ ഇൻഫ്ലുവൻസ് എന്താ കാണിച്ചത് നോക്കി. അത്ര വരെ ഫണ്ട് തരുന്നു പറഞ്ഞിട്ട് ഇവന്റെ ഭീഷണി. ഞാൻ പിന്നെ കളി മാറ്റി. ഞാൻ പറയും എനിക്ക് സീരിയസ് ആയിട്ട് ഇവൻ എന്ന് പറയുന്നത് ഞാൻ അതാണ് ഈ ക്യാമറ ലെവൽ ഞാൻ അന്ന് മനസ്സിലാക്കാം. സ്പോട്ടിൽ ഞാൻ സായിനോട് പറഞ്ഞു, സായി പറഞ്ഞു നിങ്ങൾ പ്രാന്താണ്, നിങ്ങൾ കേസ് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങളിത് മീഡിയയിൽ പോയി പറയുക എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ എൻ്റെ ആൾക്കാരെ വിളിച്ചു, സംസാരിച്ചു, കാര്യങ്ങൾ പറഞ്ഞു. എത്രയും പെട്ടെന്ന് എല്ലാ ഡീറ്റെയിൽസും ആയിട്ട് വാ, നമുക്ക് ലീഗലി മൂവ് ചെയ്യാം. അപ്പോൾ ലീഗലാണ്. അപ്പോൾ ഉണ്ട് പിറ്റേ ദിവസം രാവിലെ നോക്കണേ, ഉച്ചയ്ക്ക് ബ്രോ ടെൻഷൻ അടിക്കണ്ട. എന്താണ് ടെൻഷൻ അടിക്കണ്ട, ഫണ്ട് ആണ്, വലിയ ഫണ്ടാണ്, ഗീവ് മീ സം ടൈം, കുറേ കഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങൾ വിഷമിക്കേണ്ട, ഞാൻ വഴി കണ്ടിട്ടുണ്ട്, ഡോൺ വറി. പിന്നെ ഉമ്മ കെട്ടിപ്പിടിച്ച് ഉമ്മ പിണങ്ങല്ലേ മൈൻഡ്. ഞാൻ ഒന്നും റിപ്ലൈ ചെയ്തില്ല. ഞാൻ പേടിച്ചു. എൻ്റെ ഹണി ട്രാപ്പ് കേട്ടു. കാരണം ഒരു വ്യക്തിനെ ഹണി ട്രാപ്പിൽ ഇവനെ അടിച്ചിട്ടുണ്ട്. നിങ്ങൾ മീഡിയ അറിയണം. ആ കഥയും കൂടി ഞാൻ അവിടെ പറയും. നോക്കണേ, മൈൻഡ് അപ്സെറ്റ് ആണ്. ഫ്രീ ആണെങ്കിൽ ഞാൻ വിളിക്കാം, എന്നോട് ഇച്ചിരി നേരം സംസാരിക്കും വീണ്ടും. അപ്പം ഞാൻ ആ വഴിക്ക് ഞാൻ പോയിട്ടില്ല. പിന്നെ അതുപോലെ ഒരു കോളാണ്. ഇതാണ് എൻ്റെ ലാസ്റ്റ് കോൺവെർസേഷൻ ഇവനായിട്ടുള്ള ലാസ്റ്റ് കോൺവെർസേഷൻ ഇവിടെ എത്തിയിരുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ, അപ്പോൾ എനിക്ക് ഹണി ട്രാപ്പ് ടോക്കുന്നു. പിന്നെ ഒരു 4 ദിവസം കഴിയുമ്പോഴത്തേക്കാണ് എൻ്റെ മദറിൻ്റെ മരണം നടക്കുന്നത്. അപ്പോൾ ഞാൻ ലീഗൽ പ്രോസസ്സ് അവിടെ സ്റ്റാർട്ട് ചെയ്തു. കാലിക്കറ്റിൽ നമ്മളെ അഡ്വക്കേറ്റിൻ്റെ അടുത്ത് ഡോക്യുമെൻറ്റേഷൻ എല്ലാം കൊടുത്തു. നമ്മൾ ലീഗലി മൂവ് ചെയ്യാം, നോക്കാം. ലെറ്റ്സ് ലീഗലി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിന് ഇവൻ വിചാരിച്ചു ഒരു സിവിൽ കേസ് പോലെ. നോർമലി ഇവൻ പറയുന്നത് പോലീസ് സ്റ്റേഷനിലേക്ക് വരട്ടെ. നിങ്ങൾ ആലോചിക്കും, ഒരു പോലീസ് സ്റ്റേഷനിൽ വന്നാൽ ഒരു പണമിടപാട് എന്താ ചെയ്യുക? നിങ്ങൾക്ക് കൊട്ടി നിങ്ങൾ ചിന്തിച്ച് നോക്കുക. മീഡിയ അവിടെ ചെന്നാൽ അടിപിടി ഒന്നും ചെയ്യരുത്. നിങ്ങൾ സിവിൽ കേസിലേക്ക് പോകും. ഒരു സിവിൽ കേസ് എത്ര കാലം എടുക്കും? നിങ്ങൾ കാണിക്കും ആ ഫണ്ട് ബാങ്കിലിട്ട് പൈസ ഡബിൾ ആവും. 10 കൊല്ലം കഴിഞ്ഞിട്ട് എൻ്റെ ഈ ഫണ്ട്. അപ്പം ഇവൻ പിന്നെ അങ്ങനെയൊക്കെ ഒരു സമയം കിട്ടിക്കഴിഞ്ഞാൽ ഇവൻ തന്നെ എനിക്ക് ഫണ്ട് അതിന് മുമ്പ് തരുമെന്ന് എനിക്കറിയാം. ഞാൻ അതുവരെ വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പം ഞാൻ അതിനൊന്നും റിപ്ലൈ ഇല്ല. അതാണ് ഇവൻ പോലീസ് സ്റ്റേഷനിൽ മീഡിയയിലേക്ക് എത്തിക്കുന്ന എന്തിന് ഇവർ എന്നെ നശിപ്പിക്കുന്നത്? നമ്മൾ ആരാ അവിടെ നശിപ്പിച്ചേ? ഇവൻ ഒരു വീഡിയോയും ചെയ്തില്ല. ലക്ഷ്മിക്ക് സഹി കെട്ടിട്ട് ഇവന്റെ ആ സമയത്ത് ഇവൻ എത്ര പേരെ ട്രോളി. ഇതിനും ട്രോളിൽ എത്ര പേരെ ട്രോളി. ലക്ഷ്മിന്റെ ട്രോളിന് മാത്രം ഇവനെന്താ പ്രശ്നമായത്? കാരണം ഇല്ല ഒരു മിനിറ്റ്, ഇത് കഴിഞ്ഞാൽ എൻ്റെ തീർന്നു പരിപാടി ലാസ്റ്റ്. അപ്പം ലക്ഷ്മിൻ്റെ ട്രോളിൽ ഇവന് പ്രശ്നം. ലക്ഷ്മി ഒരു വീഡിയോ ഇട്ട് 2 മില്യൺ ആയി. അതിൽ ലക്ഷ്മി അവസാനം പറഞ്ഞൊരു കാര്യമുണ്ട്, സത്യം പറഞ്ഞാൽ എന്ന് പറഞ്ഞൊരു ഡയലോഗ് പറയുന്നുണ്ട്. അത് അവന് കൊള്ളും. വന്ന് വെച്ചിട്ട് അതിന് അവനൊരു എക്സ്പ്ലനേഷൻ വീഡിയോ സ്പോട്ടിലിട്ടു. അതേപോലെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഇലക്ഷനിൽ ലക്ഷ്മി 2-3 വെറുതെ ഒരു സാധനം എടുത്തിട്ടു. അപ്പം തന്നെ എന്നെ ആക്രമിക്കാൻ കുറേ പേരെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടു. അപ്പം നോക്കുക, ഇവിടുന്ന് എന്തെങ്കിലും വരുമ്പോൾ ഇവനറിയാം, ഇവന് പേടിയാണ്. വേറെ ആരും അവനക്കെതിരെ വീഡിയോ ചെയ്താലും അവന് ഒരു പേടിയില്ല. ഇത് കഴിഞ്ഞതിന് ശേഷം ഇവൻ ഡ്രേക്കിനെ സൈബർ കൊട്ടേഷൻ കൊടുക്കുകയാണ്. ഡ്രേക്കിനൊക്കെ എനിക്ക് ഇവനെ അറിയില്ല, ഈ കക്ഷിയെ എനിക്ക് അറിയേയില്ല. ഇവനെ അവിടെ കൊണ്ടുവന്ന് ഇവൻ്റെ കയ്യിലുള്ള ഡാറ്റ നിങ്ങൾ വെരിഫൈ ചെയ്ത് നോക്കുക. ഇവനെ വിളിച്ചിട്ടുണ്ടോ? ഞാൻ ഡ്രേക്കിനെ എൻ്റെ നമ്പർ അവന് ഇട്ട് കൊടുത്ത് ഇവന് കിട്ടി. ഇങ്ങനെയാണ് ഞങ്ങൾ സംസാരിച്ച് ഞങ്ങൾ ഈ ലെവലിലേക്ക് ഈ നിമിഷത്തിലേക്ക് എത്തുന്നത്. പിന്നെ അടുത്തത് എന്താ, ഇവൻ്റെ സ്റ്റോറി ഇട്ടു. ആ ബി ജെ പി ബന്ധത്തിൽ പറഞ്ഞാൽ 100% ഞാൻ എത്ര സാധനം വിട്ടിട്ടില്ല. ആ വിട്ട് കഴിഞ്ഞാൽ നമ്മളെ സുരേഷ് ഗോപി ചേട്ടനൊക്കെ പറഞ്ഞ സാധനങ്ങൾ, ജാതി എന്തൊക്കെ സാധനങ്ങൾ അവൻ പറഞ്ഞിട്ടുണ്ട്. ഇവൻ BJP പാർട്ടിനെ കുറിച്ച് ഞാൻ എനിക്ക് ഇതൊന്നും വിടണ്ട. വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലല്ല, ഇവനെ ഇരിക്കാനും നിൽക്കാനും ഉറങ്ങാനും കിടക്കാനും അപ്പിടാനും അവന് സമയം ഉണ്ടാവില്ല. അത്രയും സംഭവങ്ങൾ അവൻ്റെ വായിന്ന് വീണുണ്ട്. ഇതെന്ന് പറയുന്നത് എൻ്റെ ബിസിനസ് ഫോണാണ്. നിങ്ങളിപ്പോൾ ഈ വർക്ക് ചെയ്യുന്ന കുറേ പേര് ചിലപ്പോൾ ഇത് ചെയ്യുന്നവർ നിങ്ങൾക്ക് വർക്കിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ഓട്ടോ റെക്കോർഡിൽ ഇടുന്ന എത്ര പേരുണ്ട്?
എത്ര പേരുണ്ട്? എൻ്റെ പേഴ്സണൽ ഫോൺ എന്ന് പറഞ്ഞ സാധനം എനിക്ക് വേണ്ടി ഇതിന് എനിക്ക് റെക്കോർഡ് ഉണ്ട്. ഇതെൻ്റെ ബിസിനസ് ഫോണാണ്. ഞാൻ ഇടും, കാരണം ഞാൻ ഇവന്റ് മേഖലയിൽ ഓൺ പ്രൊഡക്ഷൻ ഇവന്റ് ഒക്കെ ചെയ്യുന്നതാണ്. നമ്മൾ എന്തെങ്കിലും ഉണ്ട് നേരെ റെക്കോർഡ് ചെയ്ത് നമ്മുടെ സ്റ്റാഫിന് അപ്പ് അയച്ചു കൊടുത്ത് ഇത് ഫോളോപ്പ് ചെയ്യുന്നു പറയാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഇവനെ വേണ്ടി ഇവൻ ടാർഗറ്റ്, ഇവൻ ആരാണ് ഈ ചാവാൻ നേരത്ത് വെള്ളം കൊടുത്ത് എൻ്റെ അടുത്ത് ഇവനെ കൊണ്ട് എന്ത് മാങ്ങാത്തൊരു ഇവനെ വെച്ചിട്ട് എനിക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്. ഇന്നേ വരെ ഇവൻ്റെ ഒരു ഗിവ് അവേൻ്റെ ഒരു കാര്യം പറഞ്ഞു, അയ്യോ ഞാൻ അതിന് പൈസ കൊടുത്തില്ല. അതിൻ്റെ മുമ്പത്തെ ചാറ്റ് ചെയ്യുക, ഇവന് റീ എൻട്രി വേണം ഇൻഡസ്ട്രിയിൽ. അപ്പോൾ ഇവന് ഗിവ് അവേയിൽ ബ്രോ നിങ്ങളൊരു കാര്യം ചെയ്യും, കാലിക്കറ്റിലും മാർക്കറ്റിലും, കാരണം ഞാൻ കോപ്പറേറ്റ് ആയിട്ട് ബന്ധമുള്ളതാണ്. അപ്പോൾ ഇവൻ ഗിവ് അവേയിൽ വരുന്ന സമയത്ത് ഇവന് ഒരു 50 രൂപ കിട്ടിയാൽ മതി ചേട്ടാ, 50 രൂപ. ബാക്കി ചേട്ടാ 1 ലക്ഷം ചാർജ് ചെയ്ത് ബാക്കി 50. ഇപ്പം പറയാം എനിക്ക് ഈ പരിപാടി ഇല്ല, കോർഡിനേഷൻ പരിപാടി ഇല്ല. അപ്പോൾ ഒരു കാര്യം, നിന്റെ ഫസ്റ്റ് ഗിവ് അവേ ഞാൻ സ്പോൺസർ ചെയ്യാം. അങ്ങനെ എൻ്റെ 2 ഗിവ് അവേ സ്പോൺസർ ചെയ്തു. അതിൽ ഒരു ഗിവ് അവേ ഇത് ചെയ്തു, ഞങ്ങൾ ഇവിടെ ഓഫീസിൽ വന്ന് അവൻ അവിടെ വന്ന് വീഡിയോ ചെയ്തു, അത് വന്നു. അതിൽ 2 മില്യൺ കോർഡിനേഷൻ പരിപാടിയില്ല. അപ്പോൾ ഒരു കാര്യം, നിന്റെ ഫസ്റ്റ് ഗിവ് അവേ ഞാൻ സ്പോൺസർ ചെയ്യാം. അങ്ങനെ എൻ്റെ 2 ഗിവ് അവേ സ്പോൺസർ ചെയ്തു. അതിൽ ഒരു ഗിവ് അവേ ഇത് ചെയ്തു, ഞങ്ങൾ ഇവിടെ ഓഫീസിൽ വന്ന് അവൻ അവിടെ വന്ന് വീഡിയോ ചെയ്തു, അത് വന്നു. അതിൽ 2 മില്യൺ അതെല്ലാം ചെയ്തു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ബൊട്ടീക്കിൽ വന്നു റെമിന് വേണ്ടിയിട്ട് അടുത്ത ഗിവ് അവേ, അത് ഞാൻ 50 ഞാൻ പിന്നെ സ്പോൺസർ ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ ആ പൈസ വന്നു. പക്ഷെ ആ വീഡിയോ എടുത്ത മോഡ് അങ്ങനെ പൊടീനെയും കൊണ്ടുവന്ന് പൊടീനെ ഒരു മേക്ക് ഓവർ സാധനങ്ങളൊക്കെ ചെയ്ത് അതിനൊക്കെ ഔട്ട് ചെയ്യാൻ തരാം. അപ്പോൾ ഇതാണ് അതിൻ്റെ സംഭവം. അപ്പം നമ്മൾ ഇവനെ ഇതുപോലെ സഹായിച്ച് പ്രൊട്ടക്ട് ചെയ്ത് ഇത്രയും, ഞാൻ പറഞ്ഞില്ല നിങ്ങൾ ഇത്രയും ഇവനെ ഈ ഇലക്ഷൻ സമയത്ത് ഭാവി നശിപ്പിച്ച ആളൊക്കെ ഇത്രയും കഴിഞ്ഞ് ഈ ലാസ്റ്റ് ദിവസം പോലും ഈ ഭീഷണി കോളിലും ഇവൻ ആദ്യം തുടങ്ങുന്നത്, ചേട്ടാ ഫണ്ട് ആയില്ല, ദേഷ്യത്തിൽ പറഞ്ഞു നിങ്ങൾക്ക് ഫണ്ട് തരാമെന്ന് ഞാൻ പറഞ്ഞതല്ലേ, എന്നിട്ട് നിങ്ങൾ മതിയായില്ലെന്ന് പറഞ്ഞിട്ട് അവൻ്റെ ആ ഒരു ഉച്ചത്തിലേക്ക് അവൻ ആ ബാധ കയറി ഇവൻ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നന്നത്. പിന്നെ ഇവൻ്റെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെതായിട്ടുള്ള പല സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളിപ്പം പറയുന്നത് 100% നിയമത്തിൻ്റെ വഴി തന്നെയാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. ഇനി വേറെ രക്ഷയില്ല. പക്ഷേ ഞാൻ ഇന്ന് വരെ നിങ്ങൾ ഓൺലൈൻ മീഡിയയ്ക്ക് ഇന്ന് വരെ ഞാൻ നിന്ന് തന്നില്ല. ഒരു ദിവസം എന്നെ ഓൺലൈൻ മീഡിയയിൽ നിർത്തിയത് പോലും ആ സിനിമ കാണാൻ പോയപ്പോൾ ലക്ഷ്മിയുടെ സിനിമയ്ക്ക് ഇവൻ പിടിച്ച് നിർത്തിയപ്പോൾ ആണ് ഞാൻ ഓൺലൈനിൽ വരുന്നത്. എനിക്ക് ഓൺലൈൻ മീഡിയയിൽ എൻ്റെ ഇൻഡസ്ട്രി അതല്ല, എൻ്റെ കോർപ്പറേറ്റ് ഇൻഡസ്ട്രിയാണ്. ഞാൻ ഒരുപാട് ബിസിനസ് ടൈക്കൂൺസ് ആയിട്ടുള്ള ബന്ധം നിലനിർത്തി എനിക്ക് ഓൺലൈൻ മേഖലയിലുള്ള ആ രീതിയിൽ അങ്ങനെ ഞങ്ങൾ അക്കൗണ്ട് ഡെവലപ്പ് ചെയ്ത് ഫോളോവേഴ്സ് എനിക്കില്ല. എനിക്കൊരു 10,000 ഫോളോവേഴ്സ് ഉണ്ട്. ആ 10,000 എൻ്റെ മേഖല ഫോളോവേഴ്സ് മതി. എനിക്ക് ആ ഒരു ഫെയിം കഴിഞ്ഞ 5 വർഷമായിട്ട് നിങ്ങൾ നോക്കിയത് ഒരു അപ്ഡേഷനും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെത് കാണിക്കാറില്ലാത്ത വ്യക്തിയാണ്. പഴയ ഫോട്ടോസ് തന്നെയാണ് അവിടെ കിടക്കുന്നത്. അപ്പോൾ ഞാനത് ആഗ്രഹിക്കുക. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഫെയിമിൻ്റെ ആവശ്യമില്ല. പിന്നെയാണോ ഇവൻ്റെ ഫെയിമിൻ്റെ ആവശ്യമുള്ളത്? അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ലീഗലി പോവുക, ആ പൈസ മേടിക്കുക എന്നുള്ളതാണ് 100%. ഇപ്പോൾ അവന് ഇന്ന് ഒരാൾ ഒരു കോംപ്രമൈസ് സ്റ്റോക്കിന് നമുക്ക് ഇടയിൽ തന്നെ എന്നോട് ബന്ധം നിങ്ങൾ എന്തിനുള്ളത്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ അവനോട് സംസാരിക്കും. അവരിപ്പോൾ അവനോട് സംസാരിച്ചു, ഏതായാലും ഇപ്പം എന്നെ ഇത്ര ആക്കിയില്ല, ഞാൻ എന്തിനാ ഫണ്ട് കൊടുക്കുന്നത് അവരോട് അവൻ പറഞ്ഞു. ഇന്നത്തെ കാര്യമാണ് പറയുന്നത്. ഇപ്പം എന്നെ കുറച്ച് മുമ്പ് അവരെന്നെ വിളിച്ചു, ഒരു മീഡിയ പേഴ്സണാണ്. അപ്പം ഞാൻ പറഞ്ഞു ഇപ്പം അവൻ വിചാരിക്കുന്നുണ്ടാവും ഇപ്പം എൻ്റെ ഗതികേട് കൊണ്ടാണ് ഞാൻ ഇന്നിവിടെ വന്നത്. എൻ്റെ ഗതികേട് കൊണ്ട് എന്താണ് ഇവൻ എന്നെ വരുത്തി തീർത്തത്, എന്താണ് മറ്റേ ഹണി ട്രാപ്പ് വിധി, ഒരു കുട്ടീനെങ്കിൽ അവളുടെ ഭാവിയും കൂടി നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ വൃത്തികെട്ടവൻ ചെയ്തിരിക്കുന്ന പണി. ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻഡിവിജ്വൽ മീഡിയാസിൽ ഞങ്ങൾ എല്ലാ ഡാറ്റയും കൊടുത്തിട്ട് മാനിപ്പുലേഷൻ നമ്മൾ ഇതാക്കിയത്. ഇനി നാളെ നിങ്ങൾ കൊട്ടക്കണക്കായിട്ട് വരുന്ന സമയത്തേക്ക് പറയാം ഞാൻ നിങ്ങൾക്ക് ഒരു ഗൂഗിൾ ഡ്രൈവ് ആയിട്ട് ഈ പറഞ്ഞ എല്ലാ കാര്യത്തിനും എൻ്റെ ചാറ്റ് ഞാൻ അപ്ഡേറ്റ് ചെയ്യുക. അല്ലാതെ ഇങ്ങനത്തെ കൊട്ടക്കണക്ക് എങ്ങനെയെന്ന് പറഞ്ഞു തരില്ല. അതിന് ബൈ ഹാൻഡ് ആയിട്ടും ക്യാഷ് കൊടുത്തിട്ടുണ്ട്, അതല്ലാത്ത ക്യാഷും കൊടുത്തിട്ടുണ്ട്, ഈ സമയത്തൊക്കെ ക്യാഷും കൊടുത്തിട്ടുണ്ട്, എല്ലാം ഉണ്ട്. ഞാൻ ആ ഡിജിറ്റൽ തെളിവ് നിങ്ങൾ ആ ചാർട്ട് അടക്കം നോക്കുക. കുണ്ടറ പറഞ്ഞ കാര്യം ഇനി ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഒരു എത്ര പേജ് ഉണ്ടോ? 70-80 പേജിൻ്റെ ഒരു നമുക്ക് പറയാം. ഒരു സാധാരണ ഇൻഫ്ലുവൻസർ ഇവൻ സോഷ്യൽ മീഡിയയിൽ ഇവൻ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം അല്ലാതെ ഇവനൊന്നുമില്ല, യൂട്യൂബ് വരുമാനമില്ല. പിന്നെ ഇവൻ എത്ര വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറയാം. എവിടുന്ന് റോബിൻ രാധാകൃഷ്ണൻ ഇത്ര ഫണ്ട് വരുന്നു? നിങ്ങൾ ആരും ചിന്തിക്കാം. ഞാൻ ഒരു ട്രാൻസാക്ഷൻ ഇപ്പോൾ നിങ്ങൾ അറിയാതെ ഇന്ന് ഒരു കുറേ പേർക്ക് 2-3 പേർക്കൊക്കെ അവൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഈ വ്യക്തിക്ക് ഞാൻ ഇത്ര കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഒരു 81 ലക്ഷത്തിൻ്റെ ട്രാൻസാക്ഷൻ ഞാൻ നിങ്ങൾക്ക് തരാം. റോബിൻ രാധാകൃഷ്ണൻ ഒരു ശരാശരി അവൻ്റെ മൈ നെറ്റിൽ അവൻ്റെ വരുമാനം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവൻ്റെ ആസ്തി അവൻ കാണിച്ചിട്ടുണ്ട്. എത്രയാണ്? 2024-25 അന്നാണ് അവൻ ഇലക്ഷൻ്റെ സമയത്താണ് അവൻ 3 വർഷത്തെ ITR ഒരുമിച്ച് ഫയൽ ചെയ്യുന്നത്. അതിൽ അവൻ്റെ ആസ്തി എത്രയാണ്? 3.5 ലക്ഷം രൂപയാണ് അവൻ്റെ ആസ്തി. അതിലൊരു ഷവർലേക്കാരന് 1.5 ലക്ഷം രൂപ, 2 പവൻ്റെ ഒരു ഗോൾഡ് കാണിച്ചിട്ടുണ്ട്, പിന്നെ ഒരു 3000 രൂപ 1500 രൂപയുടെ 2 അക്കൗണ്ട് കാണിച്ചിട്ടുണ്ട്. വേറെ എന്താ അവൻ ആസ്തികൾ? ഈ വ്യക്തിക്ക് ഇവൻ്റെ അക്കൗണ്ടിൽ എത്ര ട്രാൻസാക്ഷൻ നിങ്ങൾ നടന്നിട്ടുണ്ട്? നിങ്ങളെടുത്ത് എത്രയാ പറഞ്ഞേ? 5 കോടി. 2.5 വർഷത്തിൽ 5 കോടി നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കി. അപ്പോൾ ഇവന് ടാക്സ് അടക്കണ്ടേ? 7 വർഷം, ഈ വർഷമാണ് 12 ലക്ഷം ആക്കിയത്. 7 ലക്ഷം വരുമാനത്തിന് മുകളിലുള്ള ഒരു വ്യക്തിക്ക് ബിഗ് ബോസ് കഴിഞ്ഞിട്ട് അവൻ എത്ര 2022 അവൻ ITR അവിടെ അവൻ ഫയൽ ചെയ്ത് 2020 ഒരു ഇന്റർവ്യൂക്ക് 4 ലക്ഷം രൂപ അവൻ ചാർജ് ചെയ്ത ആൾക്കാർ എനിക്കറിയാം. അഖിൽമാരൊക്കെ കാണിക്കല്ലോ GST അടച്ചതിന്റെ രേഖ. ഇവൻ എവിടെ? സേവിങ്സ് അക്കൗണ്ടിൽ അവൻ ഈ പൈസ കളക്ട് ചെയ്തിരിക്കുന്നത്. സേവിങ്സ് അക്കൗണ്ടിൽ എവിടെ?
എവിടെ? അപ്പൊ ഇവൻ ഇത്രയും വന്ന് കഥ പറയുന്ന ഇവൻ എന്താ ചെയ്തത്? ഇവന്റെ സോഴ്സ് എവിടുന്നാ? ഒക്കെ പട്ടെ ജോബി ചേട്ടന് കൊടുത്ത ഫണ്ട് എവിടുന്ന്? ആ സമയത്ത് ഇവന് കൊടുത്ത ഫണ്ട് റോളിങ്, ഹൈലി റോളിങ്. ഇപ്പൊ ഞാൻ കൊടുത്തൊക്കെ അക്കൗണ്ടിലല്ലേ, എല്ലാം കൊടുത്തില്ലേ, ഹൈ ട്രാൻസാക്ഷൻ. ഞാൻ നിങ്ങൾക്ക് ആ ട്രാൻസാക്ഷൻ തരാം. വേറൊരു വ്യക്തി കൂടി പെട്ടുണ്ട് ട്രിവാൻഡ്രത്ത് കൊടുക്കാണ്, മനസ്സിലായില്ലേ? ഇനി ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. നിങ്ങൾ ഇത് നമുക്ക് ചില സമയത്ത് നമ്മൾക്ക് ആളുകളെ തെറ്റിദ്ധരിക്കും. ഞാൻ ആരും സപ്പോർട്ട് പറയല്ലേ, എനിക്ക് അനുഭവം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് പറഞ്ഞത്. ഷാലു പെയ്യാട് എന്ന് പറയുന്ന വ്യക്തി, ഇതിനും വലിയ ഫൈറ്റ് ആയിരുന്നു ഓൺലൈനിൽ ഷാലു ഇവനും തമ്മിൽ, അല്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഷാലുവിൻ്റെ ഇവൻ്റെ ഫൈറ്റ് ഭയങ്കരമായിരുന്നു. അപ്പം നമ്മളത് നോക്കുമ്പോൾ എനിക്കും നോക്കി ഈ പാവം ചെക്കൻ ഇയാൾ എന്തിനായിട്ട് എടുത്തടിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് കൊണ്ടിരിക്കുക. അപ്പോൾ ഷാലു അത്യാവശ്യം ഫോട്ടോഗ്രാഫിയിലും കോണ്ടന്റ് ക്രിയേഷനിലും ഫെഫ്കയുടെ ഫോട്ടോഗ്രാഫറും അതൊക്കെയാണ്. ഞാൻ ഇന്ന് വരെ അയാളെ നേരിട്ട് കണ്ടിട്ടില്ല. ഇവൻ്റെ ഇഷ്യൂ നടക്കുന്ന സമയത്താണ് ഒരു ദിവസം സായി കോൺഫറൻസ് ഇട്ടിട്ടാണ് ഞാൻ ഇയാളെ ഇപ്പോഴും കണ്ടില്ല. 2-3 തവണ ഞാൻ അയാളുടെ സംസാരിച്ചിട്ടുള്ളൂ. അന്ന് അയാളുടെ ദുരനുഭവം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ആ ബൊട്ടീക്കിലേക്ക് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞ മുറ്റത്ത് നിൽക്കുക, അതിൻ്റെ ഉള്ളിൽ വന്ന നാളെ ഞാൻ പീഡനപ്രതി ആയാലോ, എന്നെ കൊണ്ട് അതിന് പറ്റത്തില്ല എന്ന് ഞാൻ പറഞ്ഞത്. ഈ ഒരു സുപ്രഭാതത്തിൽ സായി ഇവർ തമ്മിൽ ഭയങ്കര അടി നടക്കുക. ഒരു സുപ്രഭാതത്തിൽ ഷാലു വന്നിട്ട് റോബിനോട് ചെയ്തത് മുഴുവൻ തെറ്റാണ്, മാപ്പാക്കണം, ഞാൻ അറിയാതെ ചെയ്തു പോയതാണ്, ദേഷ്യത്തിൽ ചെയ്തു പോയതാണ് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. നിങ്ങൾ എത്ര പേര് അത് ചിന്തിച്ചിട്ടുണ്ടാവും? ആ തലേന്ന് വരെ ഫൈറ്റ് കൂടിയ ഒരു ചങ്ങായി പിറ്റേ ദിവസം രാവിലെ എന്താണ് അയാൾക്ക് പറ്റിയെന്നത് ഇത് ഷാലു വെളിപ്പെടുത്തണം. ഷാലു ഇത്രയും കാലം ഇതുണ്ടായി. ഷാലുയോട് ഞാൻ പറഞ്ഞു, ഷാലു എപ്പോഴും ബ്രോ ഞാൻ ഈ പറഞ്ഞ അത് വേറെ രീതിയാണ്. അപ്പോൾ ഇന്ന് ഇങ്ങനത്തെ ഒരു സ്കാം, ഇതിന്റെ സ്കാം മെത്തേഡ് എന്ന് പറയുന്നപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. പലയിടത്തും അഖിൽമാരെ ഒരു സ്റ്റോറി അത് പറയേണ്ട കാര്യമാണ്. ഷാലു പെയ്യാടിന്റെ പേരിൽ ആ പേര് വേണ്ട, അത് ഷാലു പറയട്ടെ, നമ്മൾ പറയണ്ട, പറയണ്ട, അത് പറയണ്ട, അത് ഷാലു പറയട്ടെ. അത് നമ്മൾ പറയും, നമ്മൾ വേറെ ആളെ കാര്യം പറയും. നിന്റെ അനുഭവം നമുക്ക് പറയാം, സത്യമാണ്, അത് പറയണ്ട. അപ്പോൾ ഞാൻ വേറൊരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് ഇന്ററപ്റ്റ് ചെയ്യുന്നത് വിചാരിക്കുന്നു, സോറി. ഓക്കെ, അപ്പോൾ ഇതിൽ വേറൊരു ഇതെന്ന് പറഞ്ഞാൽ അഖിൽമാരാറുടെ സ്റ്റോറി കൂടി ഞാൻ കൺക്ലൂഡ് ചെയ്യാം. ഞാൻ ലക്ഷ്മി പറയാം. അഖിൽമാരാർ പറഞ്ഞു 10 ലക്ഷം, സർക്കാസ്റ്റിക്കാണ്, 10 ലക്ഷം ചോദിച്ചു, 11 ലക്ഷം തരാമെന്ന് പറഞ്ഞു 10 ദിവസം കൊണ്ട്. അന്ന് ഞാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ പാലാരിവട്ടം സ്റ്റേഷനിൽ ഞാനും പോകേണ്ടി വരും. ചുമ്മാ അഖിൽമാരാർ ഇടുമോ? അഖിൽമാരാർ പോലത്തെ വ്യക്തി, കാരണം എൻ്റെ അമ്മ മരിച്ചപ്പോൾ അഖിൽമാരാർ കൂടെ പോയതാണ്. ഇവർ തമ്മിൽ നല്ല ഒരേ പാർട്ടി, ഒരേ ബന്ധം പുലർത്തിയ ആൾക്കാർ. സർക്കാസ് സായി എന്താ പറഞ്ഞു? സായിയുടെ ഫണ്ട്. അപ്പം ഇങ്ങനത്തെ ഒരു സ്കാം എന്ന് പറഞ്ഞാൽ അമിത വാഗ്ദാനങ്ങൾ നൽകിയിട്ടുള്ള സിസ്റ്റം ഒരുപാട് സ്ഥലത്ത് ഉണ്ട് എന്നുള്ളതാണ്, പലർക്കും ഉണ്ട്. അപ്പം ഇതാണ് എൻ്റെ അനുഭവം. അപ്പം ഞാൻ നിങ്ങളോട് പറയുന്നതെന്ന് വെച്ചാൽ ഇത് ലീഗലി പോവുകയാണ്. ഇവനാണ് ഇതിവിടെ എത്തിച്ചത്. ഈ നിങ്ങളെ വിളിച്ച ഓൺലൈൻ മീഡിയയ്ക്ക് വിളിച്ച ഇൻ്റർവ്യൂ കാരനാണ് ഇന്ന് ഇങ്ങനെ വരേണ്ട സിറ്റുവേഷൻ വന്ന് തീർച്ചയായിട്ടും വരില്ലായിരുന്നു. ഇതാണ് എനിക്ക് എൻ്റെ ഒരു അനുഭവം ഉണ്ടായിരിക്കുന്നത്. ഇനി നിങ്ങൾ രണ്ടുപേരും ലക്ഷ്മി പറയാം. ആദ്യം തന്നെ എല്ലാവർക്കും താങ്ക് യു ഇതിന് ഇത്രയും സമയം ഇവിടെ ചെലവഴിച്ചതിന്. അപ്പോൾ റോബിനും ഞാനും തമ്മിൽ എനിക്ക് പൈസ ട്രാൻസാക്ഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഇനി എനിക്കൊരു 8 lakhs rupees കൂടെ റോബിൻ രാധാകൃഷ്ണൻ തരാനുണ്ട്. അപ്പോൾ ഇതിൽ ഈ കാര്യം ഇങ്ങനെയാണോ ഡീൽ ചെയ്യേണ്ടത്, ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? ഇതിനകത്ത് ഫാമിലിയെ വലിച്ചെടുക്കുന്ന എന്തിനാ? അത് പറയുന്നത് എന്തിന്? ഇതിനകത്ത് ആരെങ്കിലും ഫാമിലിയെ വലിച്ചെടുത്തോ? ഞാൻ എവിടെയെങ്കിലും ഇതിനകത്ത് പൊളിറ്റിക്സ് എടുത്തിട്ടോ? ഒന്നും ചെയ്തിട്ടില്ല. അതൊന്നും ചെയ്യാതെ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇരുത്തിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഒരേ ഒരു കാരണക്കാരൻ റോബിൻ രാധാകൃഷ്ണനാണ്. കഴിഞ്ഞ ദിവസം ഈ ഓണത്തിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും കുറച്ച് തിരക്ക്, നമുക്ക് എല്ലാവർക്കും ജോലിയുടെ കുറച്ച് തിരക്ക് വരുന്ന സമയത്ത് സ്റ്റേഷനിലോട്ട് വിളിപ്പിച്ചാൽ, ഞാൻ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ്, എനിക്ക് ആ ജോലി ക്യാൻസൽ ചെയ്തിട്ട് പോകാൻ പറ്റത്തില്ല, എനിക്ക് അസൗകര്യം ഉണ്ടായിരുന്നു, അത് പോലീസുകാരോട് മാന്യമായിട്ട് പറഞ്ഞു, അവരത് മനസ്സിലാക്കി, വേറൊരു ഡേറ്റിന് എൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് ചെന്നാൽ മതി. ഓക്കെ. പിന്നെ ആദ്യത്തെ കേസ് കൊടുക്കുന്നത് ഒരു മാർച്ച് 31 ആദ്യത്തെ കേസ് ഞാൻ കൊടുക്കുന്നത് പെരുമ്പാവൂർ സ്റ്റേഷനിൽ. അത് ഫോളോ അപ്പ് ചെയ്ത് എന്തിനാണെന്നറിയോ? എൻ്റെ പൈസ തിരിച്ചു കിട്ടാനും എന്നെ അസഭ്യ വാക്കുകൾ ഉപയോഗിച്ച് ഒരു സ്ത്രീയെ അപമാനിച്ചതിനും ഈ 2 കാര്യത്തിനാണ് ഞാൻ കേസ് കൊടുത്തത്. പുറകെ നടന്ന് ഫോളോ അപ്പ് ചെയ്ത് ഞാനത് FIR വരെ എത്തിച്ചായിരുന്നു. ആ FIR വരെ എത്തിക്കുന്ന സമയത്താണ് ഹോളിഡേയിലെ സന്ധി സംഭാഷണം, എൻ്റെ കാല് പിടിച്ച് കരഞ്ഞുള്ള മാപ്പപേക്ഷ, ഇതെല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ ഫണ്ട് സെറ്റിൽ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. ഒരു നല്ലൊരു വ്യക്തി, ഒരു ഡോക്ടർ, ഇതുപോലെ ബിഗ് ബോസ് പോലെ ഇത്രയും ഫെയിമൊക്കെ ആക്കിയ ഒരാൾ, ഒരു പയ്യൻ്റെ ജീവിതം എന്തിനാ തകർക്കുന്നത്? ഇതുപോലത്തെ ഒക്കെ എല്ലാ കാര്യങ്ങളും മനസ്സിൽ വെച്ച് കൊടുക്കാവുന്ന അത്രയും ക്ഷമ, എനിക്ക് ഇത്രയും ക്ഷമയുണ്ടായിരുന്നു എനിക്ക് അറിയത്തില്ല, നല്ല ക്ഷമിച്ചാൽ നിന്നെ. അവസാനമാണ് അനാവശ്യം പറഞ്ഞത്. അനന്ത സുൽജിത്തിനെ വിളിച്ചിട്ട് ഓൺലൈൻ കൊട്ടേഷൻ കൊടുക്കുന്ന സമയത്ത് എന്നെ എടി പൊടി വിളിക്കുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ലാത്ത ആളാണ്. അവിടെ അനാവശ്യം പറഞ്ഞ് എന്നെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇവിടെ വന്ന് നിങ്ങളെ എല്ലാവരെയും വിളിച്ച് സംസാരിക്കേണ്ടി വരുന്നതിൻ്റെ ഒരേ ഒരു കാരണക്കാരൻ റോബിനാണ്. ഞാൻ കുറച്ച് കണ്ടന്റ് ക്രിയേറ്റർ ആണെങ്കിലും ഞാൻ കുറച്ച് പ്രൈവറ്റ് ആയിട്ട് ജീവിക്കാനും കൂടെ ആഗ്രഹിക്കുന്ന ആളാണ്. ഇത്രയും കാര്യങ്ങൾ ഒരാളുടെ പേഴ്സണലി ഉള്ള പല കാര്യങ്ങളും പറഞ്ഞ് സംസാരിക്കേണ്ടി വന്നത് പൈസ തരുന്നില്ല. പിന്നെ ഈ കാര്യങ്ങൾ പലരും മെസ്സേജ് പറഞ്ഞപ്പോഴത്തേക്കോ വർഷങ്ങളായിട്ട് ഈ വ്യക്തി ഇതേ ഒരു രീതി പിന്തുടർന്നാണ് പൈസ സമ്പാദിക്കുന്നത്, ജീവിക്കുന്നത്. വല്ല ജോലിക്കും പോകണം, എന്തെങ്കിലും ജോലിക്ക് പോകണം, ഇഷ്ടംപോലെ ചാൻസ് ഉണ്ട്. ഈവൻ കുറെ വേറെ ഒന്നും കൂടി അത് ഞാൻ ഇന്റർപ്റ്റ് ചെയ്യാം. അതും കൂടി ലക്ഷ്മി ഇങ്ങനെ ലക്ഷ്മീൻ്റെ അടുത്ത് ട്രാൻസാക്ഷൻ ചോദിക്കും. അതെടുത്ത് ഇങ്ങനെയല്ല കേട്ടോ റോബിനെ കാണിക്കണ്ടേ. മോളെ ഇപ്പോൾ അതാ ധന്യേൻ്റെ ഒന്നും ഇങ്ങോട്ട് കാണിച്ച
എനിക്ക് പൈസ ഞാൻ സംസാരിക്കാം എനിക്ക് എന്താ നീ ചിലപ്പോൾ സ്പീഡിൽ പോയി പറയുമ്പോൾ കറക്റ്റ് കൺവേ ആവില്ല. ഓക്കെ, ലക്ഷ്മി അയക്കുന്നു, സെൻഡ് മീ യുവർ അക്കൗണ്ട് ഡീറ്റെയിൽസ്. ആശാൻ സ്പോട്ടിൽ അക്കൗണ്ട് അയച്ചു കൊടുത്തു, ഇതാ സ്പോട്ടിൽ കൊടുത്തു. അപ്പോൾ അവൻ ചോദിക്കുകയാണ്, ലക്ഷ്മി പറയുന്നത് 30 മിനിറ്റ്സ് എടുക്കും. ഓക്കേടാ, ഐ വിൽ വെയിറ്റ്. ഓക്കെ, ട്രാൻസ്ഫറിങ് ത്രൂ ധന്യ, മേക്ക് ഇറ്റ് ഫാസ്റ്റർ. കാരണം ഇത് അവൻ കോൾ വിളിച്ചു പെട്ടെന്ന് ഇടാൻ പറ്റും. ഇതല്ലേ ആ കോൾ, ഞാൻ പറയട്ടെ, ആ കോൾ ഞാൻ പറയട്ടെ, 17 സെക്കൻഡ് കോൾ ഇതാ അവിടെ കാണിച്ചിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് വേണം. അപ്പോൾ പറഞ്ഞു ധന്യ എന്ന് പറയുന്ന പേര് പറയുന്നു. ധന്യയുടെ ഒത്തിരി ട്രാൻസാക്ഷൻസ് ഉണ്ട്, ബൈ ഹാൻഡ് ട്രാൻസാക്ഷൻസ് ഒക്കെ. ഓക്കെ, അപ്പോൾ ധന്യയുടെ അക്കൗണ്ടിൽ നിന്ന് അയക്കാം എന്ന് പറയുന്നു. ശരി, അപ്പോൾ കിട്ടി. മനസ്സിലാക്കണേ, ഈ 4 ലക്ഷം ഇവിടെ അല്ല റോബിന. ഇത് ഏതാ സമയം നോക്കിയേ, ജൂൺ 25 ബിഗ് ബോസിൽ പോലും പോയിട്ടില്ല. ജൂൺ 25 ആശാൻ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ എന്താ പറയാ, മോനെ വാ കാണിക്ക്, ഇങ്ങനെ പറഞ്ഞ് നോക്കണം. അല്ലാതെ നിങ്ങൾ ഈ പരിപാടി അവൻ്റെ തിരിപ്പ് പരിപാടി നടക്കൂല. ഇതാ അവൻ്റെ അക്കൗണ്ട് വരെ അയച്ചു കൊടുത്തു നോക്കിയേ, അവൻ്റെ അക്കൗണ്ട് അയച്ചു നോക്കിയോ. അത് കഴിഞ്ഞ് 30 മിനിറ്റ്സ് എടുക്കും. ഓക്കേടാ, വിൽ വെയിറ്റ്. ആ കോളിൽ പറഞ്ഞു, അപ്പം പറയുന്നു ട്രാൻസ്ഫറിങ് ത്രൂ ധന്യ, മേക്ക് ഇറ്റ് ഫാസ്റ്റർ, ലെറ്റ് മീ. ധന്യ ഇവളുടെ റൂംമേറ്റാ, ഇവൾ ഒരുമിച്ച് താമസിച്ചുകൊണ്ടിരിക്കുന്ന. അത് കഴിഞ്ഞ് കിട്ടി. ഓക്കെ, നോ വെറീസ്. ഇതാ 1 ലക്ഷം രൂപ ഇതാ ഇവള് അയച്ചു കൊടുത്തു അവന്. ഓക്കെ, ദ റിമൈൻഡർ ഫണ്ട് ട്രാൻസ്ഫർ ബൈ 4 PM ടുഡേ. കോള് പിന്നെ അറിയില്ല. ഓക്കെ, അപ്പൊ ഇവള് അതാ ലക്ഷ്മിയായിട്ട് ഒരു ബന്ധമില്ല കേട്ടോ. അതാ എല്ലാ കാര്യങ്ങളും. ഓഫ് എൻ്റെ പൊന്നോ, ജനറൽ റിമൈൻഡർ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ. ഇതാ നമ്മൾ റെമിൻ പ്രിയങ്ക, അപ്പോൾ റെമിനായിട്ട് ഒരു ബന്ധമില്ല. റെമിൻ പ്രിയങ്കൻ്റെ എസെൻഷ്യൽ ഇതാ ആ അക്കൗണ്ടൊക്കെ നമ്മൾ ഇവന് അയച്ചു കൊടുത്തു. പിന്നെ യെസ് എൻ്റെ സൗണ്ട് പോയി സംസാരിക്കാനില്ല, ഹെൻസ് ഹിയർ ടെക്സ്റ്റിംഗ് നോ മെഡിസിൻ. അപ്പോൾ ഓ വെയിറ്റ്, ടാബ് എന്തെങ്കിലും 650 ടാബ് ഡോക്ടറല്ലേ, ഇതാ ടാബൊക്കെ എഴുതി കൊടുക്കുന്നത് ആശാൻ ഉണ്ടോ. ലക്ഷ്മിയായിട്ട് ഒരു കണക്ഷൻ, മേ ബി ഇത് അവൻ്റെ ഫോണിൽ ഉണ്ടാവില്ല, ചിലപ്പോൾ ആരതിപ്പൊടി കാണാന്ന് വിചാരിച്ചിട്ടായിരിക്കാം, ഡിലീറ്റ് ആയിരിക്കാം. ഇവിടെ വന്നിട്ട് അതിനൊരു അതും കൂടെ പറയണ്ട. ഓക്കെ, അവിടെയൊക്കെ കുറേ ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് ആരാ ഇവിടെ ഫ്രണ്ട്ഷിപ്പ് ഇതില്ല എന്ന് പറയുന്നത്, ആരാ ഇത് ചിലപ്പോൾ അവൻ്റെ ഫോണിൽ ഉണ്ടാവില്ല. ഇതൊന്നും ഇവിടെ നിന്ന് പോയിട്ടില്ല. അല്ലെങ്കിലും റോബിന്റെ കുറച്ച് ചാറ്റുകൾ മാത്രമേ ഉള്ളൂ അവന്റെ അടുത്തുള്ളല്ലേ. അതാ പിന്നെ ഞാൻ പോയിക്കട്ടെ, ഇവളുടെ പൈസ കൊടുത്തു. കുറേ ചാറ്റുകൾ ഉണ്ട് ഇതിന്റെ ഇടയിലൊക്കെ എന്തോരം ഉണ്ട് എന്നുള്ളത്. ഇനിയിപ്പോ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ഓക്കെ, ലാസ്റ്റ് കഴിഞ്ഞു ബ്രോ, കാര്യങ്ങൾ പറയണ്ട ബ്രോ, കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് കിട്ടിയ സംഭവമാണ്. ഓക്കെ ശരി. അപ്പോൾ ഇതാ ഇവിടെ നമ്മൾ ലാസ്റ്റ് ഈ തെറിവിളി വിളിച്ചു, ഇവള് കംപ്ലൈന്റ് കൊടുത്തു, അതിൽ വൈൻഡപ്പ് ചെയ്യാം. തെറിവിളി വിളിച്ചു, വൈൻഡപ്പ് ചെയ്തു ലക്ഷ്മിനെ. അത് കഴിഞ്ഞാൽ ലക്ഷ്മിയായിട്ട് ഒരു ബന്ധമില്ല. നോക്കാം, ലക്ഷ്മിക്ക് ഫെബ്രുവരി 1 എന്തിന് റോബിൻ രാധാകൃഷ്ണൻ സോറി അയച്ചിരിക്കുക. ഇറ്റ്സ് മൈ സോറി. അപ്പോൾ അവള് പറഞ്ഞു നോട്ട് ഇൻട്രസ്റ്റഡ് ടു ടോക്ക് വിത്ത് എ കോൺമാൻ എന്ന് പറഞ്ഞിട്ടുന്നു. ആ കോൺമാൻ എന്താണെന്ന് അവന് മനസ്സിലായില്ല. അത് അവൻ്റെ ഗൂഗിളിൽ നിന്ന് എടുത്ത് ഇവിടെ ഇട്ടു. അതിൽ അങ്ങനെ വിളിച്ചതിന് ഒരു ഇത് പറഞ്ഞു, ഇവള് ഗെറ്റ് ലോസ്റ്റ് പറയുന്നു. അത് കഴിഞ്ഞിട്ട് അതിന്റെ ഇവൻ എന്തൊക്കെ ഫ്രോഡ് തരം ഒരു മിനിറ്റ്, അതിന്റെ കാര്യങ്ങൾ മുഴുവൻ നീ തന്നിട്ട് സംസാരിക്കണം എന്നുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ അയക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് നോക്കിയാൽ നിങ്ങൾ ഫെബ്രുവരി 16 ഇവൻ ലക്ഷ്മിക്ക് എന്താ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇതൊന്ന് സൂം ചെയ്തോ. ഈ പൈസ ലക്ഷ്മിക്ക് കൊടുക്കാനില്ലാത്ത അരി, ഇത് നമ്മൾ ഇവനെ ട്രാക്കൊക്കെ ചെയ്ത് ട്രാപ്പ് ചെയ്തോ. 16-ാം തീയതിക്ക് ലക്ഷ്മിക്ക് ഫണ്ട് കൊടുക്കാൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു ചാറ്റ് വെക്കേണ്ട ആവശ്യം എന്താ? ഓക്കെ ശരി. അപ്പോൾ ജസ്റ്റ് മന്ത് ടൈം സെറ്റിൽ വേണം. അവിടെയും ചോദിക്കും, 1 മാസം സെറ്റിൽ ചെയ്യാൻ സമയം വേണം. അപ്പോൾ അവള് പറഞ്ഞു ഇവിടെ മണിയെല്ലാം ഒരു ഓക്കെ ഒരു പെണ്ണിനെ അപകീർത്തിപ്പെടുത്തിയ സംഭവം കൊണ്ട് ഇതാക്കിയിട്ടില്ല എന്നുള്ള. അപ്പോൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു, ഇന്നും പറഞ്ഞതുകൊണ്ടാണ് ഇത്രയും എക്സ്പ്ലനേഷൻ നമുക്ക് തരാനുണ്ടായത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും സഹകരിച്ചതിന് നന്ദി. താങ്ക് യു സോ മച്ച്. 40 ലക്ഷം രൂപ അവൻ തരാനുണ്ട്. അതിൽ ഓക്കെ ഇനി അതിൻ്റെ ഒരൊറ്റൊരു വോയിസ് കൂടി വേണം, ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തന്നേക്കാം. ഇതിപ്പോൾ നോർമലി ഈ വീഡിയോസ് എന്നൊക്കെ പറയുന്നത്, ഈ വീഡിയോ നോർമലി നമ്മൾ പ്ലേ ചെയ്യേണ്ടെന്ന് ലക്ഷ്മിയുടേക്ക് 8 ലക്ഷം ഇതാ ഈ ഒറ്റ വോയിസിൽ നമുക്ക് കിട്ടാം. ഇത് ഓക്കെ വീഡിയോ ഒക്കെ കുത്തിന് പിടിച്ചിട്ട് മേടിച്ചതാണ്, സമ്മതിച്ചു. ഓക്കെ, റോബിൻ ക്യാഷ് എന്ന് സെറ്റ് ആക്കും. ഇതിന്റെ ഡേറ്റ് മെയ് 29 ചോദിച്ചപ്പോൾ എനിക്ക് അവന്റെ റിപ്ലൈ ആണ്. ഈ റിപ്ലൈയിൽ നമ്മൾ ഇതിന് റോബിനുള്ള എല്ലാ ആൻസറും ഈ 29-ാം തീയതിക്ക് റോബിന്റെ വായിൽ തന്നെ നിങ്ങൾ ഇത് കേട്ടോളൂ. ഇത് ചിലപ്പം അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് പൈസ മേടിക്കുന്നതിന് കൊടുക്കുന്നതിനെ മാത്രമല്ല, ഈ പൈസ കൊടുത്തിട്ട് സഹായിച്ച ആൾക്കാരാണ് ഈ ഷാലു പെയ്യാടും, ഈ ട്രിവാൻഡ്രത്തുള്ള പ്രവീൺ എന്ന് പറയുന്ന ഒരു വ്യക്തി, ഗോകുലം ഗോപാലൻ, ഇതിനകത്തുള്ള ആ പ്രൊഡ്യൂസർ, ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഇവൻ ഈ പൈസ തിരിച്ചു കൊടുക്കാത്തതായിട്ടുള്ളത് കാര്യം പൊക്കോട്ടെ, ഇവൻ ഈ പൈസ തിരിച്ചു കൊടുക്കാത്ത ആൾക്കാരുടെ പേരിൽ കള്ള കേസെടുക്കും. ഷാലു പെയ്യാടിന് സംഭവിച്ചതാണ്
ഷാലു പയ്യാടിന്റെ പേരിൽ ഒരു കള്ള കേസ് റോബിൻ ഇട്ടിട്ട് അതിന്റെ മേലിൽ അവൻ FIR ഇടാതിരിക്കാൻ വേണ്ടിയിട്ട് ഓൺലൈനിൽ വഴി അപ്പോളജൈസ് ചെയ്യണമെന്ന് ഷാലു പയ്യാടിനോട് പറഞ്ഞു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവൻ ചെയ്യിപ്പിക്കുന്നത്. പിന്നെ എന്നെ വിളിച്ച് വരുത്തിയിട്ടാണെങ്കിലും പറഞ്ഞത് ഇവർ രണ്ടുപേരുമാണ് തെറ്റുകാർ, ഇവർ രണ്ടുപേരും ഇയാൾ എക്സ്റ്റോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു വീഡിയോ എക്സ്റ്റോർഷൻ എന്ന് പറഞ്ഞൊരു വാക്ക് പറഞ്ഞു. അതിനുശേഷം അയാൾ എന്നെ വിളിച്ചിട്ടെന്ന് പറഞ്ഞത് എന്നെ എക്സ്റ്റോർട്ട് ചെയ്യാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്, എന്റെ ചെക്കും കാര്യങ്ങളൊക്കെ ഇവരുടെ കയ്യിലാണ്, ഇവർ എന്നെ ഭീഷണിപ്പെടുത്താൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈ പറയുന്ന ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്ത് ഒന്നെങ്കിൽ സോഷ്യൽ ഇമേജ് തകർക്കുക, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെയുള്ള ഒരു പെണ്ണുങ്ങളെ വെച്ചിട്ട് ഫേക്ക് കേസുകൾ കൊടുപ്പിച്ച് കഴിഞ്ഞിട്ട് ആൾക്കാരെ കൊടുപ്പിക്കുക. ആ പൈസ അപ്പോൾ അവർക്ക് കിട്ടാതാകണം, ഈ പറയുന്ന പൈസയുടെ പുറകെ ആൾക്കാർ പോകാതാകണം. പിന്നെ ഇവൻ കളിക്കുന്ന ഏറ്റവും വലിയ കാര്യമാണ് ഈ പറയുന്ന BJP എന്ന് പറയുന്ന പാർട്ടീൻ്റെ ഒരു ആളാണ്, അതുകൊണ്ട് ഇപ്പം BJP-കാരനാണ്, നമ്മളെല്ലാവരും BJP-ക്കെതിരെയാണ് നിൽക്കുന്നത് എന്നുള്ളൊരു പറയുന്നൊരു പ്രസ്താവന. BJP-കാരെ കുറിച്ചിട്ട് ഇപ്പം പറഞ്ഞിട്ടുള്ള പ്രസ്താവനകൾ എന്താണ്? BJP എന്ന് പറയുന്ന ഒരു പാർട്ടി വർഗീയത പാർട്ടിയാണെന്ന് ഇവൻ പറയുന്നുണ്ട്. BJP-യിലെ ആൾക്കാർ സുരേഷ് അദ്ദേഹത്തിന് വരെ ഇവൻ വർഗീയ ആയിട്ടുള്ള ഒരാളായിട്ട് ഇവൻ പറയുന്നുണ്ട്. പിന്നെ ഇവൻ അവിടെ നിൽക്കുന്നത് അവൻ്റെ വെറും ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രമാണെന്ന് ഇവൻ പറയുന്ന പ്രസ്താവനകളുണ്ട്. സോ ഇവനൊരു BJP-കാരനാണെന്ന് ഒരിക്കലും അവകാശപ്പെടാൻ പറ്റത്തില്ല. ഇവൻ എല്ലായിടവും ഒരു വ്യക്തിയെ പരിചയപ്പെടുന്നതും അതും ഒരു ബിസിനസ്സായിട്ട് മാത്രം കാണുന്ന ഒരു സെറ്റാണ്. ഓക്കെ, ഇത് ലാസ്റ്റ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഇത് റോബിനുള്ള ഇനി ഇവിടെ അവനൊരു സ്പേസ് ഞാൻ കൊടുക്കില്ല. ആ സ്പേസ് കൊടുക്കാനുള്ള ക്ഷമയില്ല. എന്തുകൊണ്ട് അവൻ്റെ മുമ്പിൽ ഇരിക്കാൻ ഞാൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവനെ അടിച്ചിരിക്കും. എന്തുകൊണ്ട് അടിച്ചിരിക്കും? എൻ്റെ മരിച്ചുപോയ അമ്മേനെ പോലും അപമാനിച്ച് ഒരു രാഷ്ട്രീയ നേതാവ് ഇടുമോ എന്നുള്ളത് നിങ്ങൾ തന്നെ ആലോചിച്ചത്. അവൻ എന്താണ് അവൻ്റെ ഇൻസ്റ്റയിൽ ഇട്ടെന്നുള്ളത്. ലാസ്റ്റ് ഇത് വൈൻഡപ്പ് ചെയ്യാണ്. ഈ വോയിസിൽ എല്ലാ പ്രൂഫും റോബിൻ്റെ ഇതിൻ്റെതൊക്കെ നിങ്ങൾ കണ്ടുവെച്ചാൽ ഹോസ്പിറ്റലാണ്, അമ്മയുടെ എക്സ്ട്രീം ഇതിലാണ്, ക്യാഷ് വെയിറ്റിംഗ്. ഞാൻ പറഞ്ഞു ഇത് മറക്കണ്ട, റോബിൻ ക്യാഷ് സെറ്റാക്കണം, റോബിൻ. അപ്പോൾ ഇന്ന് എക്സ്ട്രീം ലെവൽ കഴിഞ്ഞെന്നൊക്കെ പറഞ്ഞത് ഈ വോയിസ് കേട്ടോളെ. ഇതാണ് ഫൈനൽ അവനുള്ള ഇനി എല്ലാ ആൻസറും. ഇനി റോബിനായിട്ട് നിയമ നടപടി, നിയമയുദ്ധം, അതിൻ്റെ അപ്പുറം ഒന്നുമില്ല. ലാസ്റ്റ് മറുപടി. ഹലോ ബ്രോ, അമ്മയുടെ കണ്ടീഷൻ ഭയങ്കര ക്രിട്ടിക്കലായിട്ട് പോവുകയാണ്. അമ്മയ്ക്ക് കഴിഞ്ഞ ദിവസം സർജിക്കൽ സൈറ്റിൽ നിന്ന് ഹെവി ബ്ലീഡിങ് വന്നു, സിവിയർ ആയിട്ടുള്ള ബ്ലഡ് ലോസ് വന്നു, മരിക്കാനായിട്ട് കിടക്കാം. ഓക്കെ, അമ്മയ്ക്കിപ്പോൾ ഇമ്മ്യൂൺ തെറാപ്പിക്ക് ഇതിനൊക്കെ മെഡിസിൻ ഒരു 100 mg 2.5 ലക്ഷം രൂപ വേണം, ഒരു 200 mg 5 ലക്ഷം രൂപ വേണം. അതുപോലെ എൻ്റെ കൊടുക്കാനില്ല. കംപ്ലീറ്റ്ലി ഫാമിലി പരമായിട്ടും അല്ലാതെ ഡൗൺ ആയിട്ടിരിക്കാം. എനിക്ക് ബ്രോന്റെ ഫണ്ട് തിരിച്ചു തരണമുണ്ട്, എൻ്റെ കയ്യിൽ ഇന്ന് എടുക്കാനില്ല. ഓക്കെ, ഒരു 15 ദിവസം തന്നേ പറ്റും. ജൂൺ 15-ാം തീയതിയാണ് ബ്രോന്റെ എല്ലാ അമൗണ്ടും ഞാൻ സെറ്റിൽ ചെയ്യുമെന്ന് പറഞ്ഞത്. ആ സമയമാകുമ്പോഴത്തേക്കും ഞാൻ ചെയ്യാം. കാരണം ഇപ്പൊ എനിക്ക് കിട്ടുന്ന ഓരോ എമൗണ്ട് എൻ്റെ അമ്മയ്ക്ക് വേണ്ടി എനിക്ക് സ്പെൻഡ് ചെയ്തേ പറ്റൂ. കാരണം എനിക്ക് അമ്മ ഇമ്പോർട്ടൻ്റ് ആണ്. അമ്മ എനിക്ക് അത്രയും എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അമ്മയുടെ ലൈഫിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അതെനിക്ക് ഇപ്പം ചെയ്തേ പറ്റൂ. ഈ ജൂൺ 15-ാം തീയതിയാണ് നമ്മുടെ എമൗണ്ട് ക്ലിയർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ആ ദിവസം കംപ്ലീറ്റ് എമൗണ്ട് ബാലൻസ് ഉള്ള 40 ലക്ഷം ഞാൻ തന്നേക്കാം. 5 ലക്ഷം രൂപ ഓൾറെഡി തന്നു, ഇനി 40 ലക്ഷം ഉണ്ട്, അതുകൊണ്ട് ഞാൻ തന്നേക്കാം. എനിക്ക് പ്രോവിന് മനുഷ്യത്തുള്ള ഒരാളാണെന്നാണ് ഞാൻ കരുതുന്നത്. ഒന്ന് മനസ്സിലാക്കുക, ഞാൻ എവിടെ തരുന്ന ഒരു കാശ് കൊണ്ടിട്ടാണെങ്കിലും ഒരിക്കലും അത് നല്ലതാവില്ല ബ്രോ. കാരണം അത്രയും അത് വിഷമത്തിലേക്ക് പോകും. മനസ്സിലായില്ലേ? അത്രയും അത് എന്റെ കണ്ണീരും എന്റെ അമ്മയുടെ ജീവന്റെ കണ്ണീരും എല്ലാം ഉണ്ടതില്ല. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരു 15 ദിവസം കൊണ്ട് ഹെൽപ്പ് ചെയ്യും. ജൂൺ 15